السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ മഹത്തായ സംഗമത്തിൻ്റെ സംഘാടകരായ സഹപ്രവർത്തകരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം, അവൻ്റെ കാവൽ, അവൻ്റെ പക്കൽ നിന്നുള്ള റഹ്മത്തും സക്കീനത്തും ബറക്കത്തും ഈ സദസ്സിൽ വർഷിക്കുമാറാവട്ടെ. ഇന്ന് ഇതേ സമയം ഈ പരിസരത്ത് നിരവധി സദസ്സുകൾ നടക്കുന്നുണ്ടായിരിക്കണം. ഞാനിങ്ങോട്ട് വരുമ്പോൾ കല്യാണ പരിപാടികളും മറ്റു മതാചാരങ്ങളും എല്ലാം കാണുകയുണ്ടായി. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് നമ്മുടെ ഈ മജ്ലിസ്. അല്ലാഹുവിൻ്റെ മലക്കുകൾ സന്നിഹിതരാകുന്ന, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകാൻ സഹായിക്കുന്ന, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും പടച്ച റബ്ബിൻ്റെ ഇഷ്ടം നിർബന്ധമാകാനും, വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരേക്കും പടച്ച റബ്ബിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ സഹായകമാകുന്ന
അതിമഹത്തരമായ ഒരു മജ്ലിസിലാണ് നമ്മൾ സന്നിഹിതരായിരിക്കുന്നത് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരിക്കണം. ഇസ്ലാം അതിലേക്ക് ഒരാളെ പീഡിപ്പിച്ചിട്ടോ പ്രീണിപ്പിച്ചിട്ടോ കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ഒരാൾ വന്നിട്ട് കാര്യമില്ല. കാരണം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കപ്പെടുന്നത്. നമ്മൾ ഏത് നീയത്തിലാണോ ഇരിക്കുന്നത് അതാണ് നമുക്ക് പടച്ച റബ്ബ് നൽകുന്നത്. ഈ സദസ്സ് ദീനിയായൊരു മജ്ലിസാണെന്നും ഞാനിപ്പോൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടൊരു ഇബാദത്തിലാണെന്നും എനിക്ക് ഇതിലൂടെ ധാരാളം പ്രതിഫലം നൽകപ്പെടുമെന്നും എൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴി ഇതുകൊണ്ട് എളുപ്പമാകുമെന്നും ഒക്കെയുള്ള ഉറച്ച വിശ്വാസവും ബോധ്യവും നമുക്കുണ്ടാകുമ്പോഴാണ് ഈ ഇരുത്തം നമുക്ക് ഉപകാരപ്പെടുക, ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിൻ്റെ സംഘാടനം നമുക്ക് ഉപകാരപ്പെടുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ മരണപ്പെട്ടാൽ എന്ത് സംഭവിക്കും ഇവിടെ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വീട്ടിൽ നിന്ന് ക്ലാസ്സിന് പുറപ്പെട്ട നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കെ ഈ സീറ്റിലിരുന്ന് മരിക്കുകയാണ്. പെട്ടെന്ന് ചെയറിൽ നിന്ന് ബോധം കെട്ട് വീഴുന്ന നമ്മെ ആളുകൾ പിടിച്ചെണീപ്പിക്കും, പക്ഷെ എണീക്കില്ല. അപ്പോൾ ഈ തറയിൽ കൊണ്ടുവന്ന് കിടത്തും, നെഞ്ചിൽ അമർത്തി നോക്കും, നമ്മളെ വിളിച്ചു നോക്കും, വെള്ളം കുടഞ്ഞു നോക്കും. ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കും. പക്ഷെ ആള് മരിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ നമ്മെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. നമ്മൾ ധരിച്ച ഈ ഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ പർദ്ദയും മക്കനയും ഇതൊക്കെ നമ്മുടെ വീട്ടുകാർ അഴിച്ചു മാറ്റി വെള്ളത്തുണിയിൽ നമ്മെ പൊതിഞ്ഞ് വീട്ടുകോലായിയിൽ ഡൈനിങ് ഹാളിൽ നമ്മുടെ ഡെഡ് ബോഡി വെച്ച് വരുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുത്ത് അതിനിടക്ക് നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ബാക്കിയുള്ളവർ കൂടെ കണ്ടു തീർത്താൽ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിൽ നമ്മെ എടുത്തു വെച്ച് വീട്ടിൽ നിന്ന് ഈ റോട്ടിലൂടെ ആളുകൾ ചുമലിലേറ്റി പള്ളിയിലേക്ക് കൊണ്ടുപോയി ഒന്നാമത്തെ സൊഫിൽ നിർജീവമായി കിടക്കുന്ന നിശ്ചലമായി കിടക്കുന്ന നമ്മുടെ ബോഡി കൊണ്ടുപോയി വെച്ച് നമസ്കരിച്ച് നമസ്കാര ശേഷം ഖബറിലേക്ക് കൊണ്ടുപോയി അവിടെ ഇറക്കി വെച്ച് അതിനു മീതെ കുരുടീസ് പാകി സ്ലാബിട്ട് ചെറിയ ഗ്യാപ്പുള്ളത് പച്ചില പറിച്ച് ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ മണ്ണ് കുഴച്ച് ഫില്ല് ചെയ്ത് വന്ന മുഴുവൻ ആളുകളും 3 പിടി മണ്ണ് വാരിയിട്ട് തസ്ബീത്തും ചൊല്ലി തിരിച്ചു പോരും. പിന്നീട് നമ്മൾ ആ ഖബറിലാണ്. ആകാശത്ത് നിന്ന് മലക്കുകൾ വരുന്നു, നമ്മെ പിടിച്ചിരുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഉത്തരം കൃത്യമാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള കവാടം തുറക്കപ്പെടുന്നു, സ്വർഗത്തിലെ വിരിപ്പ് വിരിക്കപ്പെടുന്നു, സ്വർഗത്തിലെ ഉടയാട ധരിക്കപ്പെടുന്നു, സ്വർഗത്തിൻ്റെ വെളിച്ചവും കുളിരും നമ്മുടെ ഖബറിലേക്ക്, അതിൻ്റെ പരിമളവും നമ്മുടെ ഖബറിലേക്ക് വമിക്കുന്നു. കണ്ണെത്താ ദൂരത്തോളം നമ്മുടെ ഖബർ വിശാലമാകുന്നു. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ജീവിതം കൊണ്ട് ഒരുങ്ങാത്ത ആൾക്ക് കൃത്യമായി ആൻസർ കൊടുക്കാൻ പറ്റാതെ വരികയും അയാളുടെ ഖബർ നരകമായി മാറുകയും ചെയ്യുന്നു. ഇതേ സമയം നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു? നമ്മളില്ലാത്ത വീട് അല്പ ദിവസം മൂകമായിരിക്കുന്നു. അടുത്തും അകലെയുമുള്ള കുടുംബക്കാർ ഉമ്മ മരിച്ച വീട്, ഉപ്പ മരിച്ച വീട്, കുട്ടി മരിച്ച വീട് എന്ന നിലയ്ക്ക് എല്ലാവരും സന്ദർശിക്കും, വീട്ടുകാരെ ആശ്വസിപ്പിക്കും. നാം മരിച്ചതിൻ്റെ പേരിൽ കരഞ്ഞ് വിഷമം പ്രകടിപ്പിച്ച നമ്മുടെ മക്കളെയും നമ്മുടെ ബന്ധുക്കളെയുമൊക്കെ മരണം നമുക്കെല്ലാവർക്കും ബാധിക്കാനുള്ള ഒന്നാണ്.
കരയരുത്, ക്ഷമിക്കൂ, പ്രാർത്ഥിക്കൂ, മരിച്ചാൽ സ്വർഗത്തിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബത്തെ ആളുകൾ ആശ്വസിപ്പിക്കും. അന്നും ആ വീട്ടിലുള്ളവർ ഭക്ഷണം കഴിക്കും. നമ്മളില്ലെങ്കിലും നമ്മുടെ മക്കൾ വസ്ത്രം ധരിക്കും. നമ്മളില്ലെങ്കിലും അവർ കലാലയങ്ങളിൽ പോയി വിദ്യ അഭ്യസിക്കും. നമ്മുടെ അസാന്നിധ്യം തെല്ലും ബാധിക്കാത്ത വിധത്തിൽ കുടുംബവും നാട്ടുകാരും മഹല്ലും രാഷ്ട്രീയ പാർട്ടികളും യതീം എന്ന ഡെസിഗ്നേഷൻ പേറുന്ന നമ്മുടെ മക്കളെയും വിധവ എന്ന ഡെസിഗ്നേഷൻ പേറുന്ന നമ്മുടെ ഭാര്യയെയും ആളുകൾ ഭംഗിയായി പോറ്റും. നാം ജോലി ചെയ്ത സ്ഥാപനത്തിൽ അടുത്തൊരു സ്റ്റാഫ് വരും. യാതൊരു പ്രോസസ്സിനും ഒരു തരത്തിലുമുള്ള പരിക്കുമില്ലാതെ നമ്മുടെ ഗ്യാപ്പുകൾ ഓരോന്നും ഫില്ല് ചെയ്തു പോകും. നാം മരിച്ചു എന്നത് ആലങ്കാരികമായി ഒരു നഷ്ടമാണെന്ന് പറയുമെങ്കിലും നമ്മൾ മരിച്ചതിൻ്റെ പേരിൽ ഒന്നും ഇവിടെ സ്റ്റക്കാവില്ല. എല്ലാം വളരെ സ്മൂത്തായി ഇവിടെ പോകും. ലോകത്ത് 119 ബില്യൺ ജനങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് ഗൂഗിള് സെർച്ച് ചെയ്താൽ കാണുക. ഒരു സെക്കൻഡിൽ 2 പേർ മരിക്കുന്നു, ഒരു മിനിറ്റിൽ 120 പേർ മരിക്കുന്നു. അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര പേർ മരിക്കുന്നു, ഒരു ദിവസം എത്ര പേർ മരിക്കുന്നു, ഒരാഴ്ച എത്ര പേർ മരിക്കുന്നു, ഒരു മാസം എത്ര പേർ മരിക്കുന്നു, ഒരു കൊല്ലം എത്ര പേർ മരിക്കുന്നു എന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇവരിൽ വിദ്യാസമ്പന്നരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, സമ്പന്നന്മാരുണ്ട്, തറവാടികളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്, വിവിധങ്ങളായിട്ടുള്ള പൊസിഷനുകൾ അലങ്കരിച്ചവരുണ്ട്. അവരാരും പോയിട്ട് ഈ ലോകത്ത് ഒരു ചുക്കും നഷ്ടമായിട്ടില്ല. പിന്നെ ഒരാൾ മരിച്ചാൽ ആർക്കാണ് നഷ്ടം? ഒരാളുടെ ജീവൻ പോയാൽ ആർക്കാണ് നഷ്ടം? വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ൽ അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. മരണം വരും മുമ്പ് നിങ്ങളുടെ പരലോകത്തിന് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചോളൂ. മരണം സന്നിഹിതമാകുമ്പോൾ ഒരു മനുഷ്യൻ പറയും, പടച്ചോനെ, എന്നെ കുറച്ചു നേരം നീ പിന്തിപ്പിച്ചാൽ ഞാൻ മുസ്ലിമായിക്കൊള്ളാം, ഞാൻ സ്വതഖ കൊടുത്തുകൊള്ളാം. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. ഒരു മനുഷ്യന്റെ സമയത്തെ പിന്നെ ഒരു നിമിഷം പോലെ ആളെ പിന്തിപ്പിക്കൂലെന്ന്. ഇപ്പൊ നമ്മൾ മരിച്ച ആർക്കാ നഷ്ടം? ആർക്കാ നഷ്ടപ്പെടുന്നത്? നമുക്ക് കർമ്മം ചെയ്യാനും നമുക്ക് സ്വർഗം നേടാനും നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാനുമുള്ള അവസരം നഷ്ടപ്പെടുക എന്നല്ലാണ്ട് നമ്മൾ വിചാരിക്കണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ പട്ടിണിയാവും, നമ്മുടെ അടുക്കളയിലൊന്നും ഉണ്ടാവില്ല, അല്ലേ? നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഞാനാണ് പോയി നോക്കേണ്ടത്, ഇതിൻ്റെയൊക്കെ കോലം കാണണമെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും പോയ ഒരു ചുക്ക് സംഭവിക്കില്ല, ഞാൻ പോവും, അത്ര ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മളെ കാര്യം കുറച്ച് നോക്കണ്ടേ? നമ്മൾ നമ്മുടെ പരലോകത്തെക്കുറിച്ച് ആലോചിക്കണ്ടേ? നമ്മുടെ ഖബറിനെ കുറിച്ച് ആലോചിക്കണ്ടേ? നമ്മൾ ഖബറിൽ കഴിയുമ്പോൾ നമ്മുടെ മക്കൾ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അവരുടെ കല്യാണങ്ങളിലാണ്, സൽക്കാരങ്ങളിലാണ്, അവർ ആഘോഷങ്ങളിലാണ്, അവർ ആസ്വാദനങ്ങളിലാണ്. അവരെല്ലാം വളർന്ന് വലുതായി വിവാഹിതരാവുകയാണ്, ജോലിയിലാവുകയാണ്, പുതിയ വീടുകൾ വെക്കുകയാണ്. അവർക്ക് വേണ്ടി ജീവിച്ച നമ്മളോ ഖബറിലാണ്. നമുക്കെന്താ ഉള്ളത്? നമ്മളെന്താ ഒരുക്കിയത്? നമ്മൾ എന്തിലായിരുന്നു നമ്മുടെ ശ്രദ്ധ? 24 മണിക്കൂർ സമയം കിട്ടിയിട്ട് നമ്മൾ എന്തെടുക്കായിരുന്നു? എന്ത് പഠിക്കായിരുന്നു? എന്ത് നോക്കിയായിരുന്നു? എന്ത് ചെയ്യായിരുന്നു? നമ്മൾ ക്ഷീണിച്ചു. എന്തിന്? നമ്മൾ കരഞ്ഞു. എന്തിന്? നമ്മൾ വിയർത്തു. എന്തിന്? നമ്മൾ രാവും പകലും ഓടി നടന്നു. എന്തിന്?
ദുനിയാവില്. അപ്പൊ നമ്മുടെ ഖബറിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണ്ടേ? ഞാൻ മരിച്ചാൽ ഞാൻ മാത്രം തനിച്ചാകുന്ന ഒരു പരലോകം എനിക്ക് വരാനുണ്ട്. ഞാൻ മരിച്ചാൽ എനിക്ക് മാത്രമാണ് നഷ്ടം, വേറെ ഒരു നഷ്ടവുമില്ല. താൽക്കാലികമായ സങ്കടവും ദുഃഖവും മാറിയാൽ കൂടെ ജീവിച്ചവരൊക്കെയും അവരുടേതായ ജീവിതത്തിലേക്ക് തിരിയും. ഫ്രണ്ട്സ് അവരുടെ ജീവിതത്തിലേക്ക് തിരിയും. നമ്മളില്ലാത്ത ഗ്രൂപ്പുകൾ സജീവമായി ചർച്ച നടക്കും. അപ്പൊ നമ്മളെ കാര്യം ഒന്ന് നോക്കണ്ടേ, ഉറപ്പിക്കണ്ടേ? എവിടേക്കാണ് ഞാൻ പോകുന്നത്? എന്താ എൻ്റെ അവസ്ഥ? ഞാൻ ഇപ്പം മരിച്ച എൻ്റെ ഹാലെന്തായിരിക്കും അല്ലേ? എല്ലാവർക്കും വീടായി നമുക്കൊരു വീട് വേണം. എല്ലാവർക്കും മക്കളായി നമുക്ക് മക്കൾ വേണം. എല്ലാവർക്കും സമ്പത്തുണ്ട്, നമുക്ക് സമ്പത്ത് വേണം. എല്ലാവരും നല്ല അവസ്ഥയിലാണ്, നമുക്കും നല്ല അവസ്ഥ വേണം. ഇതെല്ലാം ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നിരന്തരമായി ചെയ്ത് അധ്വാനിച്ച് വിയർത്തൊഴുകി 10-70 കൊല്ലം മാത്രം ജീവിക്കാനുള്ള ദുനിയാവിന് വേണ്ടതൊക്കെ നമ്മൾ നേടി. നമ്മൾ മരിക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന ഒരു ദിവസം, ഖബറിലെ ആദ്യ രാത്രിക്ക് വേണ്ടി നമ്മൾ എന്താ ഉണ്ടാക്കണ്ടേ? ആലോചിക്കണ്ടേ? അല്ല, നമുക്ക് അവിടെ പോയിട്ടൊന്ന് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഏത് ഖബറിലൊന്ന് പോയിട്ട് സിറ്റുവേഷൻ ബാഡാണ്, അതുകൊണ്ട് ചെറിയൊരു ഷോർട്ട് പീരീഡ് ബ്രേക്ക് എടുത്ത് ഞാൻ വരാം എന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചാൻസ് ഇല്ലല്ലോ. ഒറ്റ ചാൻസ് ഉള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 5 കാര്യം വരും മുമ്പ് 5 കാര്യത്തെ നീ ഉപയോഗിക്കണം. ഒന്ന് ശബാബക ഖബ്ല ഹറമിക, നിന്റെ യൗവനം. അത് ആരോഗ്യത്തിലെ ഏറ്റവും കണ്ണായ സമയമാണ്. അത് വെറും ദുനിയാവിന്റെ പിന്നാലെ ചെലവാക്കാനുള്ളതല്ല, എൻ്റെ പരലോകത്തിനും കൂടെ ഉള്ളതാണ് എൻ്റെ യൂത്ത് ഏജ് എന്ന് പറഞ്ഞാൽ. മനസ്സിലല്ലേ? ഫാമിലി സെറ്റിലാക്കുക, വീട് സെറ്റിലാക്കുക, ജോബ് സെറ്റിലാക്കുക, അങ്ങനെ ഭൗതിക ലോകത്തിൻ്റെ സെറ്റിൽമെൻറ്റ് മാത്രം നടക്കേണ്ടതല്ല, സ്വർഗത്തിൻ്റെയും സെറ്റിൽമെൻറ്റ് നടക്കേണ്ട സമയമാണ് എൻ്റെ യൂത്ത് ഏജ്. സിഹ്ഹതക ഖബ്ല സഖമിക, ആരോഗ്യം നിനക്ക് ലഭിക്കുമ്പോൾ രോഗം വരാനുണ്ട്. രോഗം വരും മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. ആരോഗ്യം എന്നാണ് ദുനിയാവിൽ അടിച്ചു പിടിച്ച് ജീവിക്കാൻ, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ, സുഖമായിട്ട് ജീവിക്കാൻ മാത്രമല്ല, ഉള്ള ആരോഗ്യമുള്ള സമയത്ത് നിസ്കാരം, നോമ്പ്, ദിക്റും, ദുആയും, ക്ലാസ്സും, ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ക്ലാസ് കഴിഞ്ഞ്, വനിതകൾക്ക് ക്ലാസ് കഴിഞ്ഞപ്പോൾ 2 ഉമ്മമാർ വന്നു. അവരെന്നോട് പറഞ്ഞു, ഉംറക്ക് പോകണം ഉസ്താദെ, പ്രാർത്ഥിക്കണം, 2 ആൾക്കും മുട്ടുംകാലില്ല. ഇപ്പം എന്താണ്, നല്ല പ്രായത്തിൽ ഇതിനൊന്നും ആർക്കും ടൈമില്ല. നല്ല ആരോഗ്യമുള്ള സമയത്ത് പല കാര്യങ്ങളിലാണ് ആൾക്കാർ ശ്രദ്ധിക്കുക. എന്നാൽ ആരോഗ്യമൊക്കെ പോയാലാണ് ഹജ്ജ് ചെയ്യണമല്ലോ, ഉംറയാണല്ലോ എന്നുള്ള ബോധമൊക്കെ വരിക. റസൂൽ പറയാണ്, നിന്റെ ആരോഗ്യം രോഗത്തിന് വഴിമാറും മുമ്പ് നീ അതിനെ ഉപയോഗപ്പെടുത്തണം. നിന്റെ സമ്പത്ത് കൊണ്ട് നിന്റെ കുടുംബവും നീയും സ്വസ്ഥമായി സന്തോഷത്തോടെ സമാധാനത്തോടെ തിന്നും കുടിച്ചും സുഖിച്ചും രസിച്ചും യാത്ര ചെയ്തും ആസ്വദിച്ചും എൻജോയ് ചെയ്തും കഴിഞ്ഞുകൂടാനുള്ളത് മാത്രമല്ല ഈ സമ്പത്ത്, അത് നിനക്ക് സ്വർഗം വാങ്ങാനുള്ളത് കൂടിയാണ്. ദാരിദ്ര്യം വരും മുമ്പ് കയ്യിൽ കാശുള്ള സമയത്ത് പടച്ചോന്റെ മാർഗ്ഗത്തിൽ ചെലവായിക്കോ. ഒഴിവ് സമയം കിട്ടുമ്പോൾ സ്ക്രോൾ ചെയ്ത്, ഫോൺ കണ്ട്, ഗെയിം കളിച്ച്, ഷോർട്സ് കണ്ട്, റീൽസ് കണ്ട്, അവിടെയും ഇവിടെയും വെറുതെ വായി നോക്കിയിരുന്ന് സമയം വേസ്റ്റാക്കാനുള്ളതല്ല, മറിച്ച് നിന്റെ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒഴിവ് സമയം. കാരണം തിരക്ക് വന്നാൽ മിനിമം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. മനസ്സിലായില്ലേ? 5ാമത്തെ കാര്യം നബി എന്താ പറഞ്ഞറിയോ? ഹയാതക ഖബ്ല മൗതിക, നിന്റെ ജീവിതം തന്നെ എനിക്കൊരു ചാൻസ് ആടോ. പഠിച്ചോൻ എനിക്ക് ജീവിതം തന്നത് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല. നമ്മളൊരു ബയോഡാറ്റ എടുത്താലേ നമ്മൾ ഓരോരുത്തരുടെയും, ഉമ്മമാർക്കൊക്കെ എങ്ങനെ മനസ്സിലായ ഈ ബയോഡാറ്റൻ്റെ മലയാളം എന്താ? നമ്മൾ ഓരോരുത്തരുടെ പേര്, സ്ഥലം, ജനിച്ച തീയതി, ജനിച്ച സ്ഥലം, ഉമ്മൻ്റെ പേര്, ഉപ്പൻ്റെ പേര്, അഡ്രസ്സ്, ഇതൊക്കെ അല്ലേ? ഇതൊന്നും നമ്മൾ തീരുമാനിച്ചല്ല. അതാണ് പേഴ്സണൽ ഡാറ്റ എന്നിട്ട് നമ്മൾ കൊടുക്കൂലേ?
അതിൽ പ്രധാനപ്പെട്ടതൊന്നും നമ്മൾ തീരുമാനിച്ചല്ല. ഉമ്മ നമ്മൾ തിരഞ്ഞെടുത്തല്ല, ഉപ്പ നമ്മൾ തിരഞ്ഞെടുത്തല്ല, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ഇതൊന്നും നമ്മൾ തിരഞ്ഞെടുത്തല്ല. പിന്നെ ആരാ? ഒക്കെ പഠിച്ചോ നിശ്ചയിച്ച കോലത്തിലും രൂപത്തിലും തറവാട്ടിലും ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മക്കളായിട്ട് നമ്മൾ ജനിച്ചതാ. ഇപ്പൊ പഠിച്ചോ നിന്നതായി ജീവിതം. ഈ പഠിച്ചോ നമുക്ക് ജീവിതം നിന്നിട്ട് പഠിച്ചോ തന്നെ പറയണ ഈ ജീവിതം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന്. അത് പറയാൻ ഇവിടുത്തെ യൂട്യൂബർമാർ ആവശ്യമില്ല. അത് പറയാൻ ഇവിടുത്തെ നിരീശ്വരവാദികളുടെയും പുരോഗമനവാദികളുടെയും തലതിരിഞ്ഞവരുടെയും അതുപോലെ തന്നെ സിനിമാ നിർമ്മാതാക്കളുടെ ആവശ്യമില്ല. നമ്മൾ എന്തിനാണ് ഉണ്ടാക്കിയെന്ന് പടച്ചോന്നെ പറഞ്ഞാണ്. അത് ഇബാദത്ത് ചെയ്യാനാണ്. നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അതിലേക്കാണ്, ഇബാദത്തിലേക്ക്. മനസ്സിലായില്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ ഹയാതക ഖബ്ല മൗതിക, നീ മരിക്കും മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റൂല. പിന്നെ നമ്മൾ വിചാരിക്കും നമുക്ക് വേണ്ടി മറ്റുള്ളവരൊക്കെ ചെയ്യുന്നു. അങ്ങനെ വിചാരിച്ചിരിക്കുക നമ്മൾ? ആണോ? ആരും ചെയ്യില്ല. ഗൾഫിൽ മകൻ മരിച്ചിട്ട് 40-45 ലക്ഷം റുപ്യാണ് ഓൻ്റെ പേരിൽ വീട്ടിലേക്ക് വന്നത്. പല കമ്മിറ്റികളായിട്ടും ഓൻ്റെ കമ്പനിയായിട്ടൊക്കെ 40-45 ലക്ഷം റുപ്യ. എന്നാ കിട്ടിയ ഇത് ഫ്രീ ആയിട്ട് കിട്ടണതേ. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഗൾഫിൽ മകൻ മരിച്ചുമ്പോൾ ബാപ്പാക്കും ഉമ്മാക്കും ഭാര്യക്കും ഓർക്കാത്ത പൈസ കിട്ടുകയാണ്. പ്രതീക്ഷിക്കാത്ത പൈസ അല്ലത്, ഈ ലക്ഷങ്ങളല്ലേ. എന്നാ ആ പൈസയിൽ നിന്ന് ഒരു 10,000 റുപ്യ പള്ളിക്ക് കൊടുത്താലും ഓൻ്റെ കബർക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 10 റുപ്യ എടുത്തിട്ട് പള്ളിയിൽ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടില്ല. ഈ പൈസ എങ്ങനെയാണ് വീതം വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് 3 ആൾക്കും ഇടയിലുള്ള വീതത്തിൻ്റെ കണക്കും അങ്ങനെ പോയി. അപ്പം നമ്മൾ വിചാരിക്കണ്ട നമ്മൾക്ക് മരിച്ചാൽ ഇവിടെ വലിയ പിന്നെ സ്മാരകം പണിയും നമ്മെ ഓർത്ത് വിലാപ കാവ്യം രചിക്കും, ആരും ഉണ്ടാവില്ല. മനസ്സിലായി? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ മക്കളല്ലേ. നമ്മളെ മക്കൾ വരെ മരിക്കും, നമ്മളെ മക്കൾ വരെ മറക്കും. ഇപ്പം അടുത്തൊരു പിന്നെ നമ്മുടെ നാട്ടിലൊരു സുഹൃത്തിൻ്റെ കല്യാണം, ഭയങ്കര ജാടയായിരുന്നു കല്യാണത്തിന്. കുറേ അഭിനയങ്ങളും അങ്ങനെയാണല്ലോ. ഏത് ക്യാമറാമാൻ എന്താണോ പറയണത് അതിനനുസരിച്ച് ഡാൻസ് കളിക്കലാണ് പുതിയാപ്പിളക്കും പുതിയണ്ണനും പണി. ഒരു കുഞ്ഞിക്കാൻ പറഞ്ഞാൽ കുഞ്ഞിക്ക, ചാടാൻ പറഞ്ഞാൽ ചാടുക, തിരിഞ്ഞിക്കാൻ പറഞ്ഞാൽ തിരിഞ്ഞിക്കുക, കറക്കാൻ പറഞ്ഞാൽ കറക്കുക, അല്ലേ? നെറ്റിയിൽ ഉമ്മക്കാൻ പറഞ്ഞാൽ നെറ്റിയിൽ ഉമ്മക്ക. ഇനി കണ്ട ആൾക്കാരൊക്കെ കാണണ്ടാവുന്ന വിഷയമല്ല. അപ്പം ഞാനൊരുത്തനോട് പറഞ്ഞു, ഒന്നും വേണ്ട, എൻ്റെ വാപ്പ മരിച്ചാൽ അതെങ്കിലും ആലോചിച്ചുകൂടെ എനിക്ക് ചോദിച്ചു. കല്യാണത്തിന് വാപ്പല്ല, മിനിമം അതെങ്കിലും അതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ഏരിയ ആണല്ലോ വാപ്പല്ല എന്നുള്ളത്. കല്യാണത്തിന് വാപ്പല്ല എന്നുള്ളത് മറ്റൊന്നും ചോർക്കണ്ട, അതെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ. അപ്പോഴവന് ഓർമ്മ തന്നെ വാപ്പാനെ. ഞാനത് പറയുമ്പോഴാണ് അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ലല്ലേ എന്ന് ഓർക്കുക. അപ്പം ആരും നമുക്ക് വേണ്ടി വലിയ മല മറിക്കുന്നൊന്നും ആരും വിചാരിച്ചണ്ട. അപ്പം നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ഖബറിലേക്കുള്ളത് ഉണ്ടാക്കണം. അതിനാ പടച്ചോൻ നമുക്ക് ജീവിതം തന്നത്. വെറും വീട്ടുകാര്യം, വെറും ജോലി, വെറും പണം, വെറും നമ്മളെ ഇവിടുത്തെ രാഷ്ട്രീയ ഭാവി, അല്ലേ? ഇപ്പം SIR അതിൽ ലിസ്റ്റിൽ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ബേജാറായി. നാളെ പടച്ചോനൊരു ലിസ്റ്റ് പുറത്തിറക്കും, സ്വർഗക്കാർ നരകക്കാർ. അതിൽ ആ സ്വർഗക്കാരുടെ ലിസ്റ്റിൽ നിന്ന് നമ്മളെ പേര് ഔട്ടാകുമോ എന്ന് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അതൊക്കെ അപ്പം അവിടെ ചെന്നിട്ടല്ലേ, അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുമായിരിക്കും, അല്ലേ? നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, നോമ്പൊലിക്കുന്നുണ്ടല്ലോ, അതിന് ബാക്കിയൊന്നും അതൊക്കെ കുഴപ്പമില്ല. ഞാൻ ഖുർആനും അതിലുണ്ട്, നിസ്കരിച്ചലുണ്ട്, പിന്നെ മൊക്കനെട്ടില്ലേ കുഴപ്പമില്ല എന്നാണ് ഒരു മുസ്ലിം കുട്ടി പിന്നെ ഏഷ്യാനെറ്റിൻ്റെ മീഡിയ പ്രവർത്തകരോട് പറഞ്ഞത്. അപ്പം നമ്മളൊക്കെ ഉള്ളിലുള്ളൊരു ധാരണയാണ് ഇത്രയൊക്കെ മതി, എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിലാവുമായിരിക്കും എന്നുള്ളത്, അല്ലേ? എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിനെ ചൂണ്ടിയിട്ട് പറയാം, അബൂബക്കർ സ്വർഗത്തിലാണ്. അബൂബക്കർ തലൻ്റെ മുകളിൽ കൂടെ ഒരു പക്ഷി പറന്നപ്പോൾ ആ പക്ഷിയോട് സംസാരിക്കുക, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈസ അലൈക ഹിസാബ് വലാ അദാബ്. പക്ഷി, നീ എത്ര ഭാഗ്യവാനാടോ, അനക്ക് അള്ളാൻ്റെ ഹിസാബും ഇല്ല, അനക്ക് അള്ളാൻ്റെ അദാബും ഇല്ല. ഒരു വിചാരണമല്ലല്ലോ. ഇവിടുത്തെ മാവല് കയറിയിട്ട് മാമ്പഴം കഴിക്കും,
അപ്പുറത്തെ പേരക്കമ്മ കയറിയിട്ട് പേരക്ക കഴിക്കും, അപ്പുറത്തെ ചാമ്പക്കൻ്റെ മരത്തുമ്മ കയറി ചാമ്പക്ക കഴിക്കും. ഈ നാട്ടിലത്തെ എല്ലാവരും മരത്തുമ്പോൾ അവർ എന്ത് ചെയ്യും? പഴവർഗ്ഗങ്ങൾ കഴിക്കും. അതിൽ കുറ്റമല്ല അവർക്ക്, മനസ്സിലല്ലേ? പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് അനുവദിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സ്വർഗമുണ്ടെന്ന് റസൂലുള്ള വാഗ്ദാനം ചെയ്ത ഒന്നാമത്തെ ആളാണ് അബൂബക്കർ. അദ്ദേഹം പറഞ്ഞ വാക്കാണത്, പക്ഷി നിന്റെ സ്ഥാനത്ത് ഞാനായി മതിയായിരുന്നു. ഉമറോ? റസൂൽ രണ്ടാമത് പറഞ്ഞെന്താ? ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ഞാനൊരു കൊട്ടാരം കണ്ടു, ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ ഉമറിനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ മുന്നോട്ടെടുത്തു വെച്ച എൻ്റെ കാലുകൾ ഞാൻ പിന്നോട്ട് വലിച്ചു വെച്ചു. കാരണം ഉമറിൻ്റെ ദേഷ്യം എനിക്കറിയാം. ഇത് നബി മദീന പള്ളിയിലെ മിമ്പർമെന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പിൽ ഉമർ ഇരിക്കുന്നുണ്ട്. ഈ ഉമർ സുബഹി നിസ്കരിക്കുന്ന സമയത്താണ് അബൂലുഅലുൽ മജൂസി എന്ന സത്യനിഷേധി ഉമറിനെ കുത്തിയത്. ഇരുതല മൂർച്ചയുള്ള കത്തി കൊണ്ട് കുത്തിയിട്ട് വയറിലിങ്ങനെ കടത്തി തിരിച്ചിട്ട് വയറിലെ ആന്തരാവയവങ്ങൾ മുഴുവൻ ഛിന്ന ഭിന്നമായി, ചെറുകുടലും വൻകുടലും ആമാശയൊക്കെ കീറിപ്പോയി. മരിക്കുമെന്ന് ഉറപ്പായപ്പോ ഡോക്ടർ പറഞ്ഞ് ഉമറെ വസിയത്ത് കൊടുത്തോ. ഉമർ വസിയത്തൊക്കെ കൊടുത്ത് എന്നിട്ട് മകൻ അബ്ദുള്ളയോട് ചോദിക്കാം, മകനെ ഞാൻ എവിടെയാണ് കിടക്കുന്നത്? അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞു, ഉപ്പ നിങ്ങൾ എൻ്റെ തുടയിലാണ് കിടക്കുന്നത്. ഉമർ ഖത്താബ് പറയാണ്, മകനെ നീ എൻ്റെ തല മണ്ണിലേക്ക് ഇറക്കി വെക്കൂ. രക്തം വാർന്നൊഴുകി മണ്ണിൽ കിടക്കുന്ന ഉമറിനെ നോക്കിയിട്ട് പടച്ച റബ്ബ് എന്നോട് കരുണ കാണിച്ചാലോ? ഇത് സ്വർഗമുണ്ട് എന്ന് ഉറപ്പ് കിട്ടിയ ആള് പറയാണ്, രക്തം വാർന്നൊഴുകി മണ്ണിൽ ഞാൻ കിടക്കുന്നത് കണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് കരുണ ചെയ്താലോ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ അവസ്ഥ എന്തേ കാരണം? നമ്മളൊക്കെ അവസ്ഥ എന്തേ കാരണം? അവ സ്വർഗ്ഗമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുമായിരിക്കും. നമ്മളൊന്നും രക്ഷപ്പെടില്ലേ, പിന്നെ ആരാ രക്ഷപ്പെടുക? അങ്ങനെ നമ്മൾ വിചാരിക്കണ്ട. ഒരു വാക്ക് മതി സ്വർഗം നഷ്ടപ്പെടാൻ, ഒരു പ്രവർത്തനം മതി സ്വർഗം നഷ്ടപ്പെടാൻ, ഒരു നീയത്തിലെ മാറ്റം മതി സ്വർഗം നഷ്ടപ്പെടാൻ. ആദ്യം നരകത്ത് പോണ ആരാ? കള്ളുടിയനാ? വ്യഭിചാരിയ? തോന്നിയാസിയ? അല്ല. ആദ്യം നരകത്ത് പോണത് ഒരു ഷഹീദും ഒരു പണ്ഡിതനും ഒരു ധർമ്മിഷ്ഠനുമാണ്. എന്തേ കാരണം? യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരും. അള്ളാഹുവിനോട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ജീവിതം? അയാൾ പറയും, ഖാതൽതു ഫീക, നിന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തു, ഹത്ത സ്തുഷ്ഹിതു, ഞാൻ ഷഹീദാകുന്നവരേക്കും. അള്ള പറയും, നീ കളവാണ് പറഞ്ഞത്. ജിന്റെ മാർഗത്തിലല്ല യുദ്ധം ചെയ്തത്. നീ യുദ്ധം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായതിന് എന്താണ്? യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ധീരനായിട്ട് അറിയപ്പെടും, യോദ്ധാവായിട്ട് അറിയപ്പെടും. അതിനാണ് യുദ്ധം ചെയ്ത് നരകത്ത് പോയി. രണ്ടാമത്തെ പണ്ഡിതനാണ്, നന്നായിട്ട് ഖുർആനൊക്കെ ഓതി ജനങ്ങൾക്ക് അഡ്വൈസൊക്കെ കൊടുത്ത ആള്. അയാൾ പരലോകത്ത് വരും. അള്ളാഹു കൊടുത്ത നിഅമത്ത് കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. അയാൾ പറയും, അള്ളാഹുവേ ഞാൻ നിന്റെ കിതാബ് പാരായണം ചെയ്തു, ജനങ്ങളത് പഠിപ്പിച്ചു, ഫീക, നിന്റെ മാർഗത്തിൽ. അള്ളാഹു പറയാം, അല്ല, നിന്റെ മാർഗം. വെള്ളമുണ്ട് ഇവിടെ, ചുടുവെള്ളം. നിന്റെ എൻ്റെ മാർഗത്തിലല്ല നീ പഠിപ്പിച്ചത്, നീ ഓതിയത്. പിന്നെ എന്തിനാണ് നീ ഇതൊക്കെ ചെയ്തത്? ആളുകൾക്കിടയിൽ നീ ഒരു പണ്ഡിതനാണ്, ഖാരി ആണ്, നല്ല ഖിറാത്താണ്, മാഷാ അല്ലാഹ്, ഇത് പറയിപ്പിക്കാനാണ് ചെയ്ത്. അവിടെ പോവാൻ നരകത്ത്. മൂന്നാമത്തത് ആരാണ്? ധർമ്മിഷ്ഠനാണ്. എന്താ ധർമ്മിഷ്ഠൻ നരകത്ത് പോകാൻ കാരണം? ഓൻ ധർമ്മം ചെയ്തത്, ഞാൻ ഭയങ്കര ധർമ്മം കൊടുക്കുന്ന ആളാണെന്ന് എല്ലാവരും അറിയാൻ വേണ്ടിയാ. അപ്പം എന്താണ്? സ്വർഗം നഷ്ടപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയൊരു നീയത്ത് മാറ്റം ഉണ്ടായാൽ തന്നെ മതി. അപ്പം നമ്മൾ മരിക്കണീന് മുമ്പ് ക്ലിയറാക്കണം. മരിക്കണീന് മുമ്പ് ക്ലിയറാക്കണം. മനസ്സിലായില്ലേ? മരിക്കുന്നതിന് മുമ്പ് ക്ലിയറാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. എപ്പോ? ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയാൽ നിങ്ങൾ നടത്തുന്ന തൗബ അള്ളാഹ്ക്ക് വേണ്ട.
മരിക്കുന്ന സമയത്ത് ഒരാൾ സമയം ചോദിക്കുമ്പോൾ അല്ലാഹ് പറയും, ഇല്ല, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും ഒരു വർത്തമാനം മാത്രമാണ്, ഇനി നിനക്ക് ഖബറാണുള്ളത്. ഒരു ചാൻസ് കിട്ടൂല. മനസ്സിലായില്ലേ? ഈ കിട്ടിയ ചാൻസ് തന്നെ ഉള്ളൂ. ഇവിടുത്തെ മീഡിയ ഒക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരമാവധി അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക, ഹലാലു ഹറാമോ നോക്കണ്ട, എനിക്ക് ഇഷ്ടമുള്ള മാതിരി ജീവിച്ചോ, ഓക്കെ, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കുക, എന്നിട്ട് എനിക്ക് നരകമാണ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പം തിരിച്ചു വരാൻ പറ്റുമോ? അല്ല, ഈ ഷോർട്സും റീൽസും സിനിമയും അതും ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചാൻ വേണ്ടി ഇഷ്ടമുള്ള ഡ്രസ്സും ഇഷ്ടമുള്ള പോലെ കോലത്തിലും ഒക്കെ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച് ക്യാമ്പസിലൊക്കെ പോയിട്ട് എല്ലാവിധ കൂത്താട്ടത്തിലും ഒഴുകി നമ്മൾ ജീവിച്ചിട്ട് അവസാനം നമ്മൾ മരിച്ചപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ എന്താക്കുക? അതിന് ഇവരെന്താ സൊല്യൂഷൻ പറയണത്? അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഹോമിച്ച് കളയാനുള്ളതല്ല. പടച്ചോൻ നമുക്ക് തലച്ചോറ് തന്നിട്ടുണ്ട്. എന്തിന്? അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നീ നന്നായി ആലോചിച്ചോ, നന്നായി ഓർത്തോ. ആരെങ്കിലും പറയുന്നിട്ടുണ്ട് എൻ്റെ പിന്നാലെ പോണ്ട. മനസ്സിലായില്ലേ? ആരും ഉണ്ടാവില്ല. ഇപ്പോൾ തൊട്ടടുത്ത് കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ മിഞ്ഞാന്ന് ഒന്നരറ്റാണത് ഒരു വ്ളോഗർ തൂങ്ങി മരിച്ച് അല്ലേ? ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഓളെ പേജ് ചെക്ക് ചെയ്തു. എന്താ ഓളെ പളപളപ്പും ചിരിയും, ചിരിക്കാതെ അവളൊരു വാക്കും സംസാരിക്കുന്നില്ല. അത്ര ഇങ്ങോട്ട് ഈ എക്സ്ട്രാ ഇവർക്ക് ഇത്രയൊക്കെ ഹാപ്പി ആയിട്ട് ലോകത്ത് ആരെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നിപ്പോ നമുക്ക്. ഓലെ ചിരിയും ഹലോ ഗൈസ് നിങ്ങൾ പറഞ്ഞിട്ടാ തോന്നും. ഓഹ്, ഒരു സങ്കടമില്ല കേൾക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ഗൾഫിൽ തൂങ്ങി മരിച്ച് അല്ലേ? ഒരു വ്ളോഗർ ഗൾഫിൽ തൂങ്ങി മരിച്ച്, ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വിരുന്നായതാണ്. വേറെ എത്തി ലോഡ്ജിൽ തൂങ്ങി മരിച്ച്, ഇതൊക്കെയാണ് കാണുന്നത്. ഇപ്പം ഇവരൊക്കെ നമ്മൾ പിൻപറ്റേണ്ടത് ആണോ? അള്ളാന്റെ അടുത്ത് നിന്ന്, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ പടച്ചോന്റെ അടുത്ത് നിന്നാണെന്ന് 100% ഉറപ്പുള്ളൊരു കിതാബ് നമ്മളെ കയ്യിലുണ്ട്. അത് ഖുർആനാണ്. ആ ഖുർആൻ എന്ത് പറയുന്നോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയില്ലെങ്കിൽ മരിച്ചുമ്പോ നമ്മൾ കുടുങ്ങും. കുടുങ്ങാറിനപ്പം എന്താണ്? ഇപ്പോൾ ഒരു അസുഖം വന്നാൽ, ഇപ്പൊ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആള് 2 കിഡ്നിയും ഫെയിലിയർ ആയിട്ട് ഉമ്മ കിഡ്നി കൊടുത്ത് സഹായിച്ച വ്യക്തിയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ അയാൾ കിഡ്നി പോയപ്പോൾ ഉമ്മ കിഡ്നി കൊടുക്കാൻ റെഡിയായി, ഹോസ്പിറ്റലിൽ സർജറി ചെയ്യാൻ റെഡിയായി. ഇപ്പം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ പേടിക്കുന്ന രോഗത്തിനൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. മനസ്സിലല്ലേ? എന്നാൽ ഏറ്റവും വലിയ കുടുക്കുക എന്താ പറയുന്നത്? നമ്മൾ ഇവിടെ നിന്ന് മരിച്ചു പോകുമ്പോൾ സ്വർഗക്കാരനല്ലെങ്കിൽ കുടുങ്ങി, പിന്നെ വേറെ രക്ഷല്ല. മനസ്സിലായില്ലേ? വേറെ രക്ഷല്ല നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് നമ്മുടെ സ്വർഗം അർപ്പിക്കണം. അവിടെയാണ് റമദാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റമദാൻ വന്നാൽ നമുക്ക് നോമ്പ് വിൽക്കുക, നമുക്ക് നിസ്കരിക്കുക, തറാവി നിസ്കരിക്കുക, അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ. എന്നതിലുപരി എന്തുകൊണ്ട് ഈ കാര്യം 6 മാസം മുൻഗാമികൾ റമദാനിൽ എത്തിക്കണേന്ന് പ്രാർത്ഥിച്ചത്? അപ്പൊ സ്വർഗം കിട്ടാനുള്ള അത്രയും നല്ല അവസരമാണ് റമദാൻ. മനസ്സിലല്ലേ? ഇദാ ജാ റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുൽസിലത്തിശ് ശയാത്തീൻ. റമദാനിന്റെ ആദ്യ രാത്രി മുതൽ തന്നെ സ്വർഗത്തിന്റെ ഡോർ തുറക്കപ്പെടും, നരക ഡോർ അടക്കപ്പെടും. മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന പിശാചുക്കൾ അല്ലേ? നിങ്ങൾ വെച്ചോക്കി, ഖുർആൻ എടുത്ത് കുറച്ചുകൂടെ ഓതാൻ നിൽക്കുമ്പോൾ നമുക്ക് ഉറക്കം വരൂലേ? അല്ലേ? എന്നാൽ ഫോൺ എത്ര നേരം തോണ്ടുമല്ലോ നമ്മള്. നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ഭാരിച്ച ജോലികൾ ചെയ്യും. നമുക്ക് ദീനിയായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി തിരിഞ്ഞാൽ അപ്പോഴത്തെ നമുക്ക് ക്ഷീണം തുടങ്ങും. ഇപ്പൊ നോമ്പ് വരാണ്, ചൂടോ എന്ന് ആൾക്കാര് ചൂടാണ്. സുബാന തലിക്കോ ചൂട് എന്ന് പറയും തോറും ചൂട് കൂടുക അല്ലേ? അപ്പൊ ഇവിടെ എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ അപ്പുറത്തോടെ നല്ല ചൂടുണ്ടല്ലേ എന്നാ മൂപ്പർക്ക് അപ്പൊ ചൂട് തുടങ്ങും. അവരെ ശാന്തമായിരുന്ന ആളേനി. അപ്പൊ നമ്മള് എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പൊ നമുക്കൊരു വീട് പണി നടക്കുമ്പോ നമ്മൾ എന്തെല്ലാം റിസ്ക് എടുക്കുന്നുണ്ട് അല്ലേ? നമ്മള് പറഞ്ഞു വന്നത്
നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ദീനിയായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ക്ഷീണവും വിഷമവും അല്ലേ, മടുപ്പും ചടപ്പും വല്ലായ്മയും ഇല്ലായ്മയൊക്കെ വരികയാണ്. ഇപ്പൊ ഫോണിൽ നമ്മളെ പ്ലാന് തീരുകയാണെന്ന് മെസ്സേജ് വന്നിരിക്കുക, എന്താ നമ്മൾ ചെയ്യാം? നാളെ തീരും, എത്ര രൂപ കയറ്റണം? 320 രൂപ കയറ്റും മിനിമം, അല്ലേ? മിനിമം. അത് വീട്ടിൽ 3 ഫോൺ ഉണ്ടെങ്കിൽ 2 ഫോൺ, എന്തായാലും ഭാര്യയ്ക്കും ഭർത്താവിനും ഓരോ ഫോൺ ഉണ്ടാവുമല്ലോ, എത്ര രൂപയായി? അപ്പൊ ഒരു ഫോൺ റീചാർജിന് തന്നെ നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട് എന്തില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്തിട്ട് ചെയ്യും. അതേ നമ്മൾ ദീനിയായ ഒരു കാര്യത്തിന് വേണ്ടി സ്വതക്കയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഇപ്പൊ കൊടുത്താൽ ശരിയാവില്ല, ആ പൈസ ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചാണ്, അതെ, വേറൊരു സാധനം വാങ്ങാൻ വെച്ചാണ്, ഇങ്ങനെയൊക്കെയാണ് വരിക ചെയ്യുക. നമ്മൾ ചെരുപ്പ് പൊട്ടി, പണ്ടൊക്കെയാണ് എന്താ ചെയ്യുക? തുന്നും, അല്ലേ? പണി ഒറ്റ കയറാൻ കിട്ടിയിട്ട് നേരെ കടയിൽ പോയിട്ട് പുതിയ വാങ്ങും. ഏത് സാധനവും റിപ്പയർ വളരെ കുറവാപ്പോൾ, കൊറോണക്കാലത്ത് നമ്മൾ റിപ്പയർ ചെയ്തിന്, അല്ലേ? ബാക്കിയൊക്കെ നമ്മൾ എന്താ ചെയ്യുക? പുതിയത് വാങ്ങുക ചെയ്യുക. ഇപ്പോൾ വണ്ടിയൊക്കെ എന്തെങ്കിലും സാധനം കേട് വന്നാൽ നേരെ റീപ്ലേസ് ആണ്. ആ ഒരു സെക്കൻഡ് ഹാൻഡ് ഒന്നും ആലോചിച്ച് നടക്കുക വളരെ കുറച്ച് ആൾക്കാരുണ്ടാവും. ടാക്സി കൂടുന്ന ആൾക്കാരൊക്കെ സെക്കൻഡ് ഹാൻഡ് ഇതൊക്കെ നോക്കി നടക്കുന്നല്ലാതെ ബാക്കിയുള്ളതൊക്കെ നേരെ റീപ്ലേസ് ചെയ്യണം. ടയർ മാറ്റണം എന്നാൽ മാറ്റുക, 4 മാറ്റുക, എത്ര പൈസ ഉണ്ടായിട്ടൊന്നല്ല, പക്ഷെ അത് മാറ്റൽ അത്യാവശ്യമാണെന്ന് മനസ്സിലായപ്പോൾ അവിടുന്ന് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് തീർക്കുക. ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒപ്പിക്കാനൊക്കെ പറ്റണ നമ്മൾ ദീനിയായ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ സാമ്പത്തികമായിട്ട് അങ്ങനെ കൈകാര്യം ചെയ്യലുണ്ടോ? ഒരാരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഇത്ര സഫർ ചെയ്യാറുണ്ടോ? എന്താ പറ്റാത്തത്? ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅമുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാ. പിശാച് നിങ്ങളോട് ദാരിദ്ര്യത്തെ ഉപദേശിക്കുന്നു, നീചവൃത്തിയെ ഉപദേശിക്കുന്നു, നന്മയിൽ നിന്നവൻ നിങ്ങളെ തടയുന്നു. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ. പിശാച് നിങ്ങളെ മോഹിപ്പിക്കും, നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകും, പക്ഷെ അവൻ നിങ്ങളെ വഞ്ചിക്കാൻ ചെയ്യും. ആ വഞ്ചകന്മാർ ചങ്ങലയിലാകുന്ന സമയമാണ് റമദാൻ. അപ്പം നമുക്ക് കൂടുതൽ നന്മ ചെയ്യാൻ പറ്റും, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും, സിറ്റുവേഷൻ അനുകൂലമായിരിക്കും, അല്ലേ? നല്ല ചിന്തകൾ ജനിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു അനുഗ്രഹീതമായ സമയം. അതാക്കും ശഹ്റു റമദാൻ, ഇതാ റമദാൻ വന്നിരിക്കുന്നു. എന്താ റമദാൻ പ്രത്യേകത? ശഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസം. ഖുർആനാകെ മാസത്തിന് പേര് അല്ലെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസം ഖുർആൻ എടുത്തു പറഞ്ഞു, അല്ലേ? ആ റമദാൻ മാസത്തിന്റെ പോരിശ എത്രയാണ്? ഒരു റമദാൻ ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യം. ഒരാൾക്ക് റമദാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കാൻ നശിച്ചു പോട്ടെ എന്നാണ് റസൂലുള്ളാഹി. ഒരാൾക്ക് റമദാൻ കിട്ടിയിട്ട് അതിലൂടെ സ്വർഗം കിട്ടണം. ഒരു മനുഷ്യൻ 2 ചങ്ങായിമാരുണ്ടായിന്, അവരൊരാള് ഷഹീദായി, മറ്റൊരാള് അടുത്ത കൊല്ലം സാധാരണ മരണം വരിച്ചു. പരലോകത്തിൽ ചെന്നപ്പോൾ, സ്വർഗത്തിൽ ചെന്നപ്പോൾ ഈ ഷഹീദിനേക്കാളും, യുദ്ധത്തിൽ മരിച്ച ഷഹീദിനേക്കാളും ഉയർന്ന ദർജയിലുള്ള ആള് രണ്ടാമത് നോർമൽ ഡെത്ത് വരിച്ച ആളാണ്. അപ്പൊ എന്താ കാരണം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറയണം, ഒരു റമദാൻ കൂടുതൽ കിട്ടിയില്ലേ. ഇപ്പൊ നമ്മളെ കുടുംബത്തില്, കൂട്ടുകാര്, നമ്മളെ പരിസരത്ത്, നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചുപോയ കുറെ ആൾക്കാരില്ലേ, ഓൽക്ക് കിട്ടാത്ത റമദാൻ നമ്മക്ക് കിട്ടിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ആ റമദാന്റെ മഹത്വം നമ്മൾ അറിഞ്ഞ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഇത് വലിയൊരു ചാൻസ്. അതുകൊണ്ട് 6 മാസം നമ്മുടെ മുൻഗാമികൾ റമദാനിലെത്തിക്കണേന്ന് പ്രാർത്ഥിച്ചത്. മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിക്ക്, വലിയൊരു വീട് വെക്കണമെങ്കിൽ അത്രയും കോടിക്കണക്കിന് ഉറുപ്പ്യ വേണ്ടേ? എല്ലാ ഫീച്ചേഴ്സുള്ള കാറ് വാങ്ങണമെങ്കിൽ അതിനും വേണം അത്ര പൈസ. വലിയ ബോഡി ബിൽഡർമാർ പൊക്കണ സാധനങ്ങൾ പൊക്കണമെങ്കിൽ അത്രയും മസിൽ പവർ വേണം. വലിയ വലിയ ചിന്തകന്മാർ കൈകാര്യം ചെയ്യുന്ന ടോപ്പിക്സ് കൈകാര്യം ചെയ്യുന്ന അത്രയും നമുക്ക് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് വേണം, അത്രയും നമുക്ക് സ്കില്ല് വേണം, അത്രയും നമുക്ക് വിദ്യാഭ്യാസം വേണം. എന്നാൽ ഈ പറഞ്ഞ ഒന്നുമില്ലെങ്കിലും സ്വർഗത്തിന്റെ ടോപ്പിൽ നമുക്ക് സ്ഥലം കിട്ടും. ഏത്? നമുക്ക് ഈ പറയുന്ന ഭൗതിക വിദ്യാഭ്യാസം കുറവാണ്,
പൈസ കുറവാണ്, ഗ്ലാമർ കുറവാണ്, വീട് ചെറുതാണ്, വലിയ തറവാടൊന്നുമല്ല. മനസ്സിലായില്ലേ? ഇതൊന്നൊരു പ്രശ്നമല്ല. സ്വർഗം നേടാൻ ഇതൊന്നൊരു തടസ്സമല്ല. പൈസക്കാര് നബിയുടെ അടുക്ക് വന്ന് പാവപ്പെട്ട ഒരു കംപ്ലൈന്റ് പറയാം, നബിയെ സ്വർഗം കൊണ്ടുപോയി, പണക്കാർ സ്വർഗം കൊണ്ടുപോയി, നബിയെ ഞങ്ങൾ എന്താ ചെയ്യാ? എന്തേ? അവര് നിസ്കരിക്കുന്നു, ഞങ്ങൾ നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പ് വെക്കണം, അവര് നോമ്പ് വെക്കണം, പക്ഷെ അവര് സ്വതക്ക കൊടുക്കണം, ഞങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ ക്യാഷില്ല. റസൂൽ പറയണം, നിങ്ങൾ വിഷമിക്കണ്ട. വകുല്ലു തക്ബീറത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തിൻ സദഖ വകുല്ലു തഹ്ലീലത്തിൻ സദഖ വകുല്ലു തസ്ബീഹത്തിൻ സദഖ വഅംറുൻ ബിൽ മഅറൂഫി സദഖ വനഹ്യുൻ അനിൽ മുൻകരി സദഖ വഇമാതത്തുൽ അദാ അനിത് ത്വരീഖി സദഖ. പൈസക്കാര് സ്വർഗം കൊണ്ടുപോയെന്ന് വിചാരിച്ച് നിങ്ങൾ ഇടങ്ങാറാണ്ട, നിങ്ങൾക്കും അതേ കൂലിയിട്ടു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുക. ഇതൊക്കെ സ്വതക്കയാണ്. അപ്പൊ എന്താണ്? പണക്കാരനെന്നോ പണിക്കാരനെന്നോ വ്യത്യാസമല്ലാതെ മനസ്സ് വെച്ച് പണിയെടുത്താൽ നേടാവുന്നതാണ് സ്വർഗം. അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദികും മിൻ ശിറാകിൻ അലൈഹി വന്നാറു മിസ്ല ദാലിക്. സ്വർഗം നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിന്റെ തൊട്ടടുത്തുണ്ട്, നരകവും അപ്രകാരം നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിന്റെ തൊട്ടടുത്തുണ്ട്. ഇപ്പൊ റമദാൻ വരുമ്പോ നമുക്ക് സന്തോഷമുണ്ടാകും. എന്താ? പടച്ചോനെ, ജീവിതം കൊണ്ട് നേടാനുള്ള ഏറ്റവും വലിയ നേട്ടമായ സ്വർഗം നേടാനുള്ള ഏറ്റവും നല്ല അവസരമാണിത്. അങ്ങനെയാണ് ഈമാനുള്ള ആൾക്കാർ. എന്താ പറയുക, ഈമാനുള്ള ആൾക്കാർക്ക് സ്വർഗം കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് അവർ നോക്കുക. മനസ്സിലാണ്ടോ? ഇപ്പൊ സ്വഹാബത്തേക്ക് എത്ര പട്ടിണി കിടന്നത്, എത്ര പീഡനങ്ങൾ സഹിച്ചത്, എത്രയാണ് അവരൊക്കെ കഷ്ടപ്പെട്ടത്. എന്താ നബി അവർക്ക് കൊടുത്തത്? നമ്മുടെ മന്ത്രിസഭയിൽ സീറ്റ് തരാറുണ്ടോ? ഇല്ല. പിന്നെന്താണ്? സബറന്യ ആല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ ക്ഷമിക്കൂ, നിങ്ങൾക്ക് സ്വർഗം വരാനുണ്ട്. അയിമന അവർ പിടിച്ചെന്ന്. ഈമാൻ കിട്ടിയ ആൾക്കാർക്ക് സ്വർഗം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പറഞ്ഞാൽ പിന്നെ ഓര് ക്ഷമിച്ചിക്കൂല. നബി ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ 70,000 ആൾക്കാർ വിചാരണ അല്ലാതെ സ്വർഗത്തേക്ക് പോകുന്നു. അപ്പൊ സ്വഹാബി എണീറ്റിട്ട് പറയാം, നബിയെ എന്നെ അതിൽ ചേർക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ അത് കേട്ടപ്പോ വേറൊരു സ്വഹാബി എണീറ്റിട്ട് പറയാണ്, എന്നെയും ചേർക്കാൻ പ്രാർത്ഥിക്കണം. അപ്പൊ റസൂൽ രണ്ടാമത്തെ ആളോട് പറഞ്ഞു, സബഖക ഉക്കാശ, ഉക്കാശ നിന്നെ മുൻകടന്നിരിക്കുന്നു. അപ്പൊ സ്വർഗത്തേക്ക് 70,000 ആൾക്കാർ ഹിസാബില്ലാതെ പോകുമെന്ന് പറഞ്ഞ് നബി നാവെടുത്തില്ല. അപ്പോഴേക്ക് സഹാബത്ത് പറയാണ്, അതിലെന്നെ ചേർക്കണം. അതാണ് ഈമാനുള്ള ആൾക്കാരുടെ ക്വാളിറ്റി. ബിർറൂമ, കിണർ വിശ്വാസികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നവർക്ക് സ്വർഗമുണ്ട്. ഉസ്മാൻ തന്നെ ചാടി എണീറ്റിട്ട് പറഞ്ഞു, റസൂലെ ഞാൻ വാങ്ങിക്കാം. ഉസ്മാൻ തന്നെ ചാടി എണീറ്റിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. ഈമാനുള്ള ആൾക്കാർക്ക് സ്വർഗം കിട്ടാനുള്ള ചാൻസ് ആണ് വലുതാണ്. അങ്ങനെയുള്ള ആൾക്കാർ അല്ല വിളിക്കുകയാണ്, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, സ്വർഗം നേടാൻ ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് വരിക, കൂടുതൽ കൂടുതൽ പുണ്യങ്ങൾ ചെയ്യുക, പടച്ചറബിന്റെ പ്രീതി നേടുക, സ്വർഗം നേടാൻ പരിശ്രമിക്കുക. അതിന് പറ്റിയ സമയമാണ് റമദാൻ. റമദാൻ ഇലാ റമദാൻ മുകഫിറാത്തും മാ ബൈനഹുന്ന. ഒരു റമദാൻ, അടുത്ത റമദാൻ, അതിനിടക്കുള്ള പാപങ്ങളൊക്കെ മായ്ച്ചു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു മനുഷ്യന് ദുനിയാവിലെ ഏറ്റവും അപകടകാരിയായ സാധനം എന്താ? അയാളുടെ തെറ്റുകളാണ്. നമ്മൾ ചിന്തിക്കണമൊന്നുമല്ല. മനസ്സിലായില്ലേ? ദുനിയാവിൽ ഒരാൾക്ക് ഏറ്റവും അപകടം ഉണ്ടാക്കുന്ന സാധനം അയാളുടെ തെറ്റുകളാണ്. അത് അയാളുടെ ശരീരത്തെ, കുടുംബത്തെ, മനസ്സിനെ എല്ലാറ്റിനും ബാധിക്കും. ഈവൻ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ അധികാരം നമ്മുടെ ശത്രുക്കൾക്ക് വരെ കൊടുക്കാനുള്ള കാരണം നമ്മളിലെ അശുദ്ധിയാണ്. മനസ്സിലായി? ഇനി മരിച്ചാലോ? മരിച്ചാൽ ഖബറിൽ ഒരാൾക്ക് പ്രയാസം ഉണ്ടാക്കണം. എന്താ? ആൾ കറുത്തുപോയി, മെലിഞ്ഞു പോയി, വെളുത്തുപോയി, ഗ്ലാമർ ഇല്ലാതെ പോയി, പൈസ ഇല്ലാതെ പോയി, ഇതാണോ? അതൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ആദ്യമായിട്ടുള്ളൂ. വേറുള്ള വീടിങ്ങനെ നോക്കി പോവുക, വേറുള്ള വണ്ടി ഇങ്ങനെ നോക്കി പോവുക, വേറുള്ള ജോലിയും ഓരോ മക്കളെ അവസ്ഥയൊക്കെ കണ്ടിട്ട് ഓ എന്താ ഓലക്കനെ, അതൊക്കെ നമുക്ക് ഇവിടെ മാത്രമേ ആ ചിന്തിക്കണ്ടാവുള്ളൂ.
ഖബറിൽ ഒരാൾക്ക് തടസ്സാൻ കാരണം എന്താ അറിയോ? അയാൾ ചെയ്ത തെറ്റുകളാണ്. നിസ്കാരം ഉപേക്ഷിച്ചവന്റെ തല വലിയ പാറക്കല്ല് കൊണ്ട് മലക്കുകൾ എറിഞ്ഞുടക്കുന്നു. കളവ് പറഞ്ഞവന്റെ മുഖം വലിച്ചു കീറുന്നു. പലിശ തിന്നവൻ രക്തപ്പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. വ്യഭിചരിച്ചവൻ അടിഭാഗം വിശാലവും മുകൾ ഭാഗം കുടുങ്ങിയതുമായ ചെമ്പിനകത്ത് സ്ത്രീകളും പുരുഷന്മാരും കിടന്ന് വെന്തെരിയുന്നു. എല്ലാറ്റിനും കാരണം എന്താ? തെറ്റുകളാണ്. 2 ഖബറിന്റെ സമീപത്ത് കൂടെ പോകുമ്പോൾ റസൂൽ പറഞ്ഞു, ഇന്നഹുമാ യുഅദ്ദബാൻ, ഈ 2 ഖബറാളികളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും വലിയ തെറ്റ് ചെയ്തിട്ടല്ല ശിക്ഷിക്കപ്പെടുന്നത്. അതിലൊന്നാമത്തെയാള് മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. 2ാമത്തെ വ്യക്തി ഏശനി, പരദൂഷണം, ഇതിന്റെ ആശാനിനെ 2 ആളെ തമ്മിൽ തെറ്റിക്കുക, 2 സംഘടന തമ്മിൽ തെറ്റിക്കുക, 2 രാഷ്ട്രങ്ങൾ തമ്മിൽ തെറ്റിക്കുക, നമീമത്ത്. അപ്പൊ ഖബറിൽ എന്താ വിനയാകുന്നത്? തെറ്റുകളാണ്. ഇനി പരലോകത്തോ അള്ളാഹിന്റെ കോടതിയിൽ പലരും പല കോലത്തിൽ വരും. മുഖം വിവർണമായി കറുത്തിരണ്ടവരായിക്കൊണ്ട് പുഞ്ചിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്, അത് സ്വർഗക്കാരാണ്. എന്നാൽ ചില ആൾക്കാർ മുഖം ഇരുണ്ടവരായി, കറുത്തവരായി, കണ്ണ് നീലവർണ്ണമായവരായി, പേടിച്ച് വിറക്കുന്നവരായി, ഉറുമ്പിന്റെ വലിപ്പത്തിലായി, ശരീരത്തിലെ മാംസമില്ലാത്തവരായി, ശരീരം മുഴുവൻ വലിച്ചു കീറുന്നവരായി, കഴുത്തിൽ വമ്പൻ സർപ്പങ്ങളെ ചുറ്റിയവരായി, തൻ്റെ മുതുകിൽ ഭൂമിയെ ഇരട്ടിയായി വഹിച്ച് കുനിഞ്ഞു വരുന്നവരായി, ഇങ്ങനെയൊക്കെ പരലോകത്ത് പലരും വരും. കാരണം എന്താ? ഓരോരുത്തരും ചെയ്ത തെറ്റിനനുസരിച്ച് വരും. അക്രമികൾക്ക് ഒരു കൊടി ഉണ്ടാവും. കൊടിയറില്ലേ? ഫ്ലാഗ്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്. മുഅ്മിനീങ്ങളുടെ മുഖത്ത് സുജൂദിന്റെ പാടുണ്ടാകും. എന്നാ പാപികൾക്ക് പാപത്തിന്റെ അടയാളങ്ങളും പരലോകത്തുണ്ടാകും. ഒരാൾക്ക് പരലോകത്ത് ഹിസാബ് ബുദ്ധിമുട്ടാൻ കാരണം അയാൾ ചെയ്ത തെറ്റുകളാണ്. അവിടെ മീസാനിൽ തിന്മയുടെ ഭാഗം കനം തൂങ്ങാൻ കാരണം തെറ്റുകളാണ്. സിറാത്തിൽ നിന്ന് അയാൾ നരകത്തിലേക്ക് വീഴാൻ കാരണം തെറ്റുകളാണ്. ഇപ്പൊ ദുനിയാവിലും ഖബറിലും പരലോകത്തും വിനയാകുന്ന തെറ്റുകളാണ്. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ ദുർബല നിമിഷത്തിൽ വ്യഭിചരിച്ചു പോയ മാഇസ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, തുഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം നബിയേ. നബി ചോദിക്കുക, ഇയാൾക്ക് എന്താ പറ്റിയത്? ഇയാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഇയാൾക്ക് എന്താ അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവും? ഇയാള് ഭ്രാന്തനാണ്? കാരണം വീണ്ടും വന്നിട്ട് പറയാണ്. നബി ഇങ്ങനെ ആട്ടി ഓടിച്ചിട്ട് പിന്നെ ആള് വരികയാണ്, ത്വഹിർനി യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം റസൂലേ. എന്തേ? ദുർബല നിമിഷത്തിൽ ഒരു സ്ത്രീയുമായിട്ട് അയാൾ തൻ്റെ ശരീരം പങ്കുവച്ചു. അതിലൂടെ അയാൾക്ക് കിട്ടിയ സന്തോഷം, സുഖം, ആനന്ദം അതോർത്ത് വീണ്ടും അതിനുള്ള അവസരങ്ങൾ കാത്തിരിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ പേരിൽ ഖേദമാണ്, ദുഃഖമാണ്, ഭീതിയാണ്, ആശങ്കയാണ്. നബിയുടെ അടുക്കൽ വന്ന് ഇസ്ലാമികമായ ശിക്ഷ. എന്താ ഇസ്ലാമികമായ ശിക്ഷ? കല്ലെറിഞ്ഞു കൊല്ലുക. ആ ശിക്ഷ ചോദിച്ചു വരികയാണ്. എന്ത് കാരണം? ദുനിയാവെന്ന് നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാതെ പരലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ ഗുരുതരാണ്. മനസ്സിലായില്ലേ? ഇവിടുന്ന് തന്നെ പൊറുക്കപ്പെടണം, ഇല്ലെങ്കിൽ ഖബറിൽ ശിക്ഷ കിട്ടും. ഇന്നൽ ഖബറ അവ്വലു മൻസിലത്തിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ പരലോകത്തേക്കുള്ള ആദ്യത്തെ സ്റ്റോപ്പാണ്. ഫമൻ നജാ മിൻഹു, അവിടെ ഒരാൾ വിജയിച്ചാൽ അവിടുന്ന് അങ്ങോട്ടുള്ളത് എളുപ്പമാകും. അവിടെ ഒരാൾ പരാജയപ്പെട്ടാൽ അവിടുന്ന് അങ്ങോട്ടുള്ളത് പരാജയമാകും. അതുകൊണ്ട് ഇവിടുന്ന് ക്ലീനാണൊക്കെ, ഇവിടുന്ന് ക്ലിയർ ആകണം ഒക്കെ. പരലോകത്ത് അവിടേക്ക് വന്നാലോ ഒക്കെ തൂക്കി കണക്കാക്കി തെറ്റാണ് കൂടുതലെങ്കിൽ നരകത്തേക്ക്. എന്താ നരകം?
നസ്സാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ല. ആളിക്കത്തുന്ന തീയാണ് അല്ലേ? എന്തായാലും ചായ ഇങ്ങനെ ആറ്റി കുടിക്കണ നാവ് കൊള്ളൂല്ലേ? ഒരു വട്ടെങ്കിലും ചൂടുള്ള ചായ നാവ് പൊള്ളിക്കാത്ത ആരെയും ഉണ്ടോ? ചൂടുള്ള ചായ കറിയൊക്കെ ഉപ്പൊക്കെ നോക്കുമ്പോൾ നാവ് പൊള്ളിപ്പോയി. അത് അനുഭവിക്കാത്ത ആരും ഉണ്ടാകാൻ സാധ്യത കുറവാണ് അല്ലേ? എന്താ ചായ, ഈ ഗ്ലാസ്സിലെ ചായ ഇപ്പത്. അപ്പോൾ നമ്മള് അടുപ്പത്ത് സ്റ്റൗമുള്ള ആ കലത്തിലെ ചായ ആണെങ്കിൽ ഇതിനേക്കാൾ ചൂടുണ്ടാവും അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ താഴെ കത്തിക്കൊണ്ടിരിക്കുന്ന ഫ്ലെയിമിന് അതിനേക്കാൾ ചൂടുണ്ടാവും അല്ലേ? അത്ര ചെറിയ ഫ്ലെയിമിന് ഇത്ര ചൂടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ തീക്കുണ്ടാരത്തിന് അതിനേക്കാൾ ചൂടുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു പ്രദേശം മൊത്തം തീ പിടിച്ചാൽ അവിടെ കത്തണ തീന് അതിനേക്കാൾ ചൂടുണ്ടാവില്ലേ? നരകന്ത അതൊന്നല്ല. പക്ഷേ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും ഭീകരമായ തീക്കുണ്ടാരമാണ് നരകം. മനസ്സിലായില്ലേ? إلى ظل ذي ثلاث شعب لا ظليل ولا يغني من اللهب إنها ترمي بشرر كالقصر. ഇതൊക്കെ വന്ന് വീടുകളാണ്. ഇതൊക്കെ നോർമൽ വീടുകളാണ് അല്ലെ? കൊട്ടാരം കണ്ടോ നിങ്ങള്? കൊട്ടാരം, പണ്ടത്തെ കൊട്ടാരം കണ്ടിട്ടുണ്ടാവില്ലേ ഫോട്ടോത്തില്? നരകത്തിന്റെ ഈ തീപ്പൊരി അത് കൊട്ടാരങ്ങൾക്ക് സമാനമായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ എത്രയൊക്കെ എന്റെ കാഠിന്യം അല്ലേ? ചായന്റെ ചൂട് സഹിക്കാൻ പറ്റാത്ത നമ്മള് വായിൽ ഹമീം ഒഴിച്ചു തന്നാൽ അല്ലേ? ഹമീം എന്താണ്? ഏറ്റവും ഉഷ്ണമുള്ള വെള്ളം. അതിനേക്കാൾ ചൂടാക്കാൻ കഴിയില്ല വെള്ളം, അത്രയും ചൂടായിരിക്കുന്നു. തൊലിയൊക്കെ ഉരിഞ്ഞു പോയ മനുഷ്യന്റെ മേലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് അങ്ങനെ ഉണ്ടാവും. അബ്ബാര പെയിനായിരിക്കും. അതാണ് ഗസ്സാഖ് അല്ലേ? ഇപ്പൊ ചായ കുടിച്ചിട്ട് ഇതിലെ മിൽക്ക്, ഇതിലെ പാല് ജസ്റ്റ് ഒന്ന് കേടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ കുടിച്ചിട്ട് നമ്മൾ തുപ്പും അല്ലേ? നരകത്തിലെ പാനീയം എന്താണ്? ഗിസ്ലീൻ. എന്താ? നരകാവകാശിയുടെ ചെലവും രക്തവും വിയർപ്പും ഒക്കെയാണത്. ദാഹിച്ചിട്ട് മനുഷ്യൻ വെള്ളം ചോദിക്കും. വെള്ളം ചോദിക്കുമ്പോ അവന് മുഹില് കൊടുക്കുന്ന മുഹില് മുഹില് എന്നെന്താ നിങ്ങൾ? നരകത്തിലെ പാനീയാണ്. അതിന്റെ കപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വായിലേക്ക് അടുപ്പിക്കുമ്പോൾ മുഖം കരിഞ്ഞു പോകും, അതിന്റെ ആവിയുണ്ട്. അതുകൊണ്ടാണ് മായിസ്റദിന് അതിന് നബിയോട് പറഞ്ഞ, നബിയെ തൊഹിർനി യാ റസൂലല്ലാഹ്, ദുർബല നിമിഷത്തിൽ വിചരിച്ചു കൂടി റസൂലിനെ നിങ്ങളെന്നെ കഴുകി തരണം. സഹിച്ചാൽ പറ്റൂല. നമ്മളൊക്കെ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ നാവുകൊണ്ട്, കൈകൊണ്ട്, കാതുകൊണ്ട്, അല്ലെ സമ്പത്തുകൊണ്ട്, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് പടച്ചോന്റെ അടുത്ത് പോയാൽ നമ്മൾ എന്താക്കും? അതുകൊണ്ട് അല്ലാഹു വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ തുബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായി തൗബ ചെയ്ത് മടങ്ങും. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹ. തെറ്റുകൾ മനുഷ്യന് സംഭവിക്കും. അതിന് തൗബ ചെയ്ത് സൽക്കർമ്മങ്ങളിലേക്ക് മുഴുകിക്കഴിഞ്ഞാൽ പടച്ചോൻ തൗബ സ്വീകരിക്കും. പിന്നെയോ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ചെയ്ത തെറ്റുകളൊക്കെ പടച്ചോൻ നന്മയാക്കി മാറ്റും. എത്ര രാത്രികൾ ഉറക്കൊഴിച്ച് അല്ലേ, എത്ര ദൂരം യാത്ര ചെയ്ത്, എന്തെല്ലാം ചെയ്തു കൂട്ടി, അതൊക്കെ അല്ലാഹ് ഹസനത്താക്കി മാറ്റും. എപ്പോ? പടച്ച റബ്ബേ, തെറ്റുപറ്റിപ്പോയി റബ്ബേ, നീ എനിക്ക് സങ്കടമുണ്ട് റബ്ബേ, നീ പുറത്തു തരണം റബ്ബേ, ഇനി ഞാൻ ആവർത്തിക്കില്ല റബ്ബേ. ഖേദിച്ച് തിന്മയെ വേരോടടക്കം പിഴുതു കളഞ്ഞ് ഇനി ആവർത്തിക്കില്ലെന്ന് പടച്ചവനോട് ശപഥം ചെയ്ത് തൗബ ചെയ്താൽ അല്ലാഹ് സ്വീകരിക്കും. അല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അല്ലാഹ് നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു.
وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. അള്ളാഹു പറയാം, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊള്ളു. അയ്യത്തിയക്കുമുൽ അദാബ്, നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് മുമ്പ്. ഈ ഫിറഔന് ചെങ്കടലിലേക്ക് മുങ്ങിപ്പോകുമ്പോഴാണ് പറഞ്ഞ് ഞാനിതാ ബനു ഇസ്രായേൽ വിശ്വസിച്ച പടച്ചോട് വിശ്വസിക്കുന്നുണ്ട്. അവിടെ കാര്യമില്ല. ആൻ ഇപ്പോഴാണോ അത് മാറുന്നത്? ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് നല്ലൊരു ചോദ്യം. അവിടെ കാര്യമില്ല. പടച്ചോന്റെ അദാബിറങ്ങുന്നതിന് മുമ്പ്, പടച്ചോൻ പിടിക്കുന്നതിന് മുമ്പ് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ വാസിഉൽ മഗ്ഫിറ. തെറ്റുകൾ ധാരാളമായി സംഭവിച്ചു പോയവരെ പടച്ചോൻ തങ്ങളെ ക്ഷണിക്കണം. യാ ഇബാദീൻ. ബാപ്പ പറയും എനിക്കങ്ങനെ മകൻ തന്നെ അല്ല, കുരുത്തം കെട്ടവൻ. എന്ത് മകൻ്റെ അടുത്ത് എന്തെങ്കിലും കുരുത്തക്കേട് സംഭവിച്ച ബാപ്പ പറയണാണ് എനിക്കങ്ങനെ മകൻ തന്നെ അല്ല. നല്ല ശിർക്ക് മുതൽക്ക് താഴോട്ടുള്ള പാപങ്ങൾ ചെയ്ത ആൾക്കാരെ വിളിച്ചെന്തറിയോ? യാ ഇബാദീ, എൻ്റെ ദാസന്മാരെ. നോക്കി, എല്ലാ ദിവസവും നിസ്കാരത്തിലൂടെ പടച്ചോ നമ്മളെ തെറ്റുകൾ മായ്ച്ചിരാം. എല്ലാ ആഴ്ചയിലും യൗമുൽ ജുമഅയിലൂടെ നമ്മുടെ തെറ്റുകൾ മായ്ച്ചിരാം. എല്ലാ മാസവും അയ്യാമുൽ ബീദിലൂടെ നമ്മുടെ തെറ്റുകൾ മായ്ച്ചിരാം. എല്ലാ കൊല്ലവും റമദാനിലൂടെ നമ്മുടെ തെറ്റുകൾ മായ്ച്ചിരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിക്കുന്ന അത്ര, നമ്മോട് വാത്സല്യം കാണിക്കുന്ന അത്ര, നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരുന്ന അത്ര വേറെ ആരാണ്, എന്താണ് ഇവിടെ നമുക്ക് ചെയ്തു തരാനുള്ളത്? ആരുമില്ല. അതുകൊണ്ട് റമദാൻ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയം. തീറ്റയും കൂടിയൊക്കെ ഒന്ന് കുറയുമ്പോൾ നമ്മളെ വികാരങ്ങളൊക്കെ ഒന്ന് കുറയും, ചിന്തകളൊക്കെ ഒന്ന് നന്നാകും, പിന്നെ നമ്മുടെ ട്രിഗറുകളൊക്കെ ഒന്ന് മാറും. അപ്പം ലഹരിയിൽ നിന്ന്, അനാവശ്യത്തിൽ നിന്ന്, ഹറാമിൽ നിന്ന്, പലിശയിൽ നിന്ന്, കളവിൽ നിന്ന്, പിണക്കങ്ങളിൽ നിന്ന്, ഷിർക്കിൽ നിന്ന്, വിദഅത്തിൽ നിന്ന് ഒക്കെ മാറാനുള്ള അവസരം. ഇപ്പം റമദാനായാലും ഷിർക്കും ഖുറാഫാത്തൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ബദർ മൗലീദും പാടിയിരിക്കുകയാണ് ഇവിടെ റമദാന്റെ 16-ന്. എന്താ ബദർ മൗലീദിലുള്ളത്? സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ബദരീങ്ങളെ ബർക്കത്തിന് ശിഫയാക്കണം റബ്ബനാ. ആര് പഠിപ്പിച്ചു ഇങ്ങനെ? തനിച്ച ഖുറാഫാത്ത്, തനിച്ച ബിദ്അത്ത്, തനിച്ച ശിർക്ക് പാടിപ്പറയുന്ന ആൾക്കാർ. ഒന്ന് വീഴാൻ പോയ ബദരീങ്ങളെ, മമ്പർത്തങ്ങളെ എന്ന് വിളിക്കണ ആൾക്ക് നോമ്പുണ്ട്. ഫോർ വാട്ട്? എന്തിനാ മാനോജ് നോമ്പ് വിളിക്കണത്? എന്തിനാ നോമ്പ് വിളിക്കണത്? അള്ളാന്ന് വിളിക്കേണ്ടതിന് പകരം പടച്ച റബ്ബിന്റെ പടപ്പുകളെ വിളിക്കുന്ന അല്ലെ? മരിച്ചുപോയ മഹാന്മാരൊക്കെ, മരിച്ചുപോയവരല്ല, അവരൊക്കെ പുണ്യാത്മാക്കളാണ്, അവരോട് നമുക്ക് ചോദിക്കാമെന്ന് പണ്ഡിതന്മാർ അവരുടെ 100-ാം വാർഷികത്തിൽ 10,000 സാക്ഷി നിർത്തി പറയുമ്പോൾ ഈ വിശ്വാസം കൊണ്ടിട്ട് ആ സാധുക്കൾ നോമ്പോറ്റിട്ട് എന്ത് കാര്യം? ശിർക്കാണത്. അതുകൊണ്ട് ശുദ്ധമാകണം. എന്താ പരലോകത്തിന്റെ പ്രത്യേകത? യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ. മക്കളും സമ്പത്തൊന്നും പരലോകത്ത് ഉപകാരപ്പെടില്ല. പിന്നെ പരലോകത്ത് എന്താ ഉപകാരപ്പെടില്ല? ശുദ്ധമായ ഹൃദയമായിട്ടവിടെ ചെല്ലണം. ശിർക്കില്ലാത്ത, ബിദ്അത്തില്ലാത്ത, ഹറാമില്ലാത്ത, അസൂയയും പകയും വിദ്വേഷവും ഇല്ലാത്ത അത്തഖി അന്നഖി ലാ ഹസദ ഫീഹി വലാ ഇസ്മ. ശുദ്ധമായ തഖ്വയുള്ള, ഒരാളോടും പകയോ. നിങ്ങൾ ആലോചിക്ക്, പള്ളിക്ക് നബി സ്വഹാബത്തിന്റെ കൂടെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പറയണം ഇനി ഇങ്ങോട്ട് കയറി വരുന്ന ആള് സ്വർഗത്തിലാണ്. അപ്പോൾ ഒരാളിങ്ങനെ കയറി വന്നു. രണ്ടാമത്തെ ദിവസം പറഞ്ഞപ്പോൾ അതേ ആൾ കയറി വന്നു. മൂന്നാമത്തെ ദിവസം പറഞ്ഞപ്പോൾ അതേ ആൾ കയറി വന്നു. അപ്പോൾ ഒരു സ്വഹാബി എന്ത് വിചാരിച്ച് അദ്ദേഹം എന്താണ് ചെയ്യണമെന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി 3 ദിവസം മൂപ്പര് വീട്ടിൽ താമസിച്ചു. ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ചെയ്യണില്ല. അപ്പോൾ അവസാനം ഓപ്പണായിട്ട് ചോദിക്കേണ്ടി വന്നു, നിങ്ങൾ എന്താണ് നബി ഇങ്ങനെ പറഞ്ഞപ്പോൾ 3 വട്ടം നിങ്ങളെ പള്ളിയിൽ കയറി വന്ന്
എന്തെങ്ങൾ കയ്യിലുള്ള സീക്രട്ട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു സീക്രട്ടും ഇല്ല, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ഒരാളോടും പകയില്ല. ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ പക, മക്കളും മാതാപിതാക്കൾ തമ്മിൽ പക, അയൽവാസികൾ തമ്മിൽ പക, കുടുംബക്കാർ തമ്മിൽ പക, എന്നിട്ട് കതറും നടക്കുകയും ചെയ്യും. എന്തിന്? ഈ നിസ്കാരം, ഈ നോമ്പ്, ഈ ഖുർആൻ പാരായണമൊക്കെ പടച്ചോൻ സ്വീകരിക്കോ? തിങ്കളും വ്യാഴവും കർമ്മങ്ങൾ ഉയർത്തപ്പെടും, രണ്ടുപേരുടേത് തടയപ്പെടും. ആരാണത്? ബൈനഹു വബൈന അഖീഹി ശഹനാ, അവനും അവന്റെ സഹോദരനും ഇടക്ക് പകയുണ്ട്, വിദ്വേഷമുണ്ട്. അപ്പൊ ആരെങ്കിലും തമ്മിൽ പിണക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. റമദാന് മുമ്പ് തന്നെ പോയി സലാം പറയാ, കെട്ടിപ്പിടിക്കുക, തെറ്റുപറ്റിയാണെങ്കിൽ തെറ്റുപറ്റിയെന്ന് പറയാം. കുറേ കാലം മിണ്ടാതെ നടന്ന് പടച്ചോൻ പുറത്തിരട്ടെന്ന്. അയാളിന് തയ്യാറല്ലെങ്കിലും ആ പിണങ്ങി നിൽക്കുന്ന കക്ഷി തയ്യാറല്ലെങ്കിലും നമ്മളെ ഭാഗം ക്ലിയർ ആക്കണം. ആരാണോ ആദ്യം സലാം പറയാൻ അയക്ക സ്വർഗം എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ക്ലീനാക്കി ശുദ്ധമായിട്ട് റമദാനിൽ പ്രവേശിക്കാൻ കഴിയണം. റമദാനോടുകൂടെ നമ്മുടെ എല്ലാ വീഴ്ചകളും. റമദാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യണത് തൗബയാണ്. തൗബൻ്റെ മാസം. പിന്നെന്താ? നോമ്പിൻ്റെ മാസം. നോമ്പ് എന്തിനാ? അതും പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള. പടച്ചോൻ നിർബന്ധം. നിസ്കാരം, പടച്ചോനെ നിസ്കരിച്ചിട്ടില്ലല്ലോ, ഒരു ബേജാറില്ല നമുക്ക്. കാരണം എന്താ? നിസ്കാരം നിർബന്ധമാണ്. ഇതേപോലെ നിർബന്ധമാണ് നോമ്പ് റമദാനില്. അപ്പോൾ റമദാൻ നോമ്പ് വെക്കുമ്പോൾ ഇനിയിപ്പോൾ നോമ്പാണ്, ഇനിയിപ്പോൾ പട്ടിണി എടുക്കണം, ഉച്ചയ്ക്ക് ചോറ് അല്ലെന്ന് ഉച്ചയ്ക്ക് കുറച്ചു അല്ല, പിന്നെ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ പറ്റൂല ഈ ചൂടത്ത്, ഇങ്ങനെ അങ്ങനെ അതൊന്നും പറയേണ്ട കുഞ്ഞു. നിസ്കാരം നിർബന്ധമായതുപോലെ തന്നെ നിർബന്ധമാണ് റമദാനിലെ നോമ്പ്. അപ്പം നിസ്കാരം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതേ ഗൗരവത്തിൽ നോമ്പ് വിൽക്കണം. നോമ്പ് വെക്കാൻ മടി കാണിച്ചാലോ? റസൂൽ പറയണ, ഞാൻ ഉറങ്ങിക്കിടക്കവ രണ്ടുപേരെന്നെ വിളിച്ചു, എണീപ്പിച്ചു, എന്നെ കൊണ്ടുപോയി കുത്തനുള്ളൊരു മല കാണിച്ചത് കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കയറാൻ കഴിയില്ല, ഓരോന്നെ സഹായിക്കാറ്. അപ്പൊ രണ്ടുപേരും തോളൊക്കെ പിടിച്ച് നബിനെ കുത്തനെ കയറ്റി കയറി ചെന്ന് എത്തിയപ്പോണ്ട് ഈ കാലിൻ്റെ ഞെരിയാണിൻ്റെ ബാക്കിലുള്ള നരമ്പില്ലേ, എല്ല്, അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കോർത്തിട്ട് തൂക്കിയിട്ടുണ്ട്. ചില ആൾക്കാരെ കഴുത്തൊക്കെ കീറി മുറിച്ചിട്ടുണ്ട്, രക്തം ഒഴുകുന്നുണ്ട്, ആർത്ത് കരയുന്നുണ്ട്. നരകാവകാശികളാണ്. ആരാണ് ഇവർ ചോദിച്ചു. അപ്പോൾ പറയണേ, നോമ്പ് നോക്കാത്ത ആൾക്കാരാണ്. ഓരോ റീസണാണ് ഓരോരുത്തർക്ക്. നോമ്പ് ഒറ്റലിന് അതാവും ഇതാവും അങ്ങനെയാവും എല്ലാ കൊല്ലം അങ്ങനെ ഉണ്ടായാല് അതിന് എങ്ങനെയെങ്കിലൊക്കെ നോമ്പ് എടുക്കാൻ നോക്കുക. മനസ്സിലല്ലേ? ഡോക്ടർ പോയി കാണാൻ രോഗം ഉണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കേണ്ട റീസൺസ് വളരെ കൃത്യമാണ്. മനസ്സിലല്ലേ? നോമ്പ് നോറ്റാൽ നമ്മുടെ രോഗം മൂർച്ഛിക്കുമെങ്കിൽ, രോഗത്തിന് പ്രശ്നമാണെങ്കിലാണ് നോമ്പ് ഒഴിവാക്കുക. എന്നിട്ട് നോമ്പ് വീട്ടും വേണം. മുലകുടി പ്രായത്തിൽ കുഞ്ഞിനോ അമ്മയ്ക്കോ പ്രയാസം ഉണ്ടാകുമ്പോഴാണ് നോമ്പ് ഒഴിവാക്കേണ്ടത്. രണ്ടു കൂട്ടർക്കും പ്രയാസം അല്ലെങ്കിൽ നോമ്പ് വിട്ടുള്ളൂ. എന്തിനാ നോമ്പ് ഒഴിവാക്കണം? അപ്പൊ നോമ്പ് അകാരണമായിട്ട് ഒഴിവാക്കാൻ പാടില്ല. ന്യായമില്ലാതെ ഉദറില്ലാതെ നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. നോമ്പ് പറയുന്നത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോഴേ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ തലയിലും നമ്മുടെ മുതുകിലൊക്കെ നമ്മൾ ചെയ്ത പാപങ്ങൾ വന്നു നിൽക്കും അത്രേ. എന്നിട്ട് നമ്മൾ റുക്കൂവ് പോകുമ്പോൾ, നമ്മൾ സുജൂദ് പോകുമ്പോഴൊക്കെ ആ പാപങ്ങൾ കൊഴിഞ്ഞു വീഴും. മനസ്സിലായി? അത് നമസ്കാരത്തിൻ്റെ മഹത്വമാണ്. എന്നാൽ നോമ്പിന്റെ മഹത്വം തരങ്ങൾക്ക് ഈമാനോടുകൂടെയും പ്രതിഫലേച്ചയോടും നോമ്പ് ഒറ്റ കഴിഞ്ഞു പോയ പാപങ്ങൾക്ക് പുറത്തിരുന്ന് മാത്രമേ എത്ര കൂലി വരും അറിയില്ല. ഒരു നന്മക്ക് 10 മുതൽ 700 കൂലിയാണ്. ഇല്ലസോ നോമ്പ് ഒഴികെ. നോമ്പ് അതിൻ്റെയും മീതെയാണ്. കുല്ലു അമലിബിനി ആദമ ലഹൂന്നാണ്. ആദമിന്റെ സന്തതികളുടെ ഇബാദത്തുകളൊക്കെ ഓനുള്ളതാണ്. ഇല്ലസോ നോമ്പൊഴികെ. നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിന് ഞാനാ കൂലിയിലാണ്. ഇത് ബാക്കിയുള്ള കർമ്മമൊക്കെ ഞമ്മക്കുള്ളതാണ് അത്രേ. എന്നാൽ നോമ്പ് അള്ളാഹ്ക്കുള്ളതാണ്. എന്താ കാരണം? അത്രയും ഇഖ്ലാസുള്ള, അത്രയും പടച്ചോന് ഇഷ്ടമുള്ള ഇബാദത്താണ് നോമ്പ്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഒരു നല്ല കർമ്മം പഠിപ്പിച്ചിരിക്കണം, ഞാൻ എന്താ പറയുക? നോമ്പൂറ്റം. നബിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാം, നബിയെ നിങ്ങൾ എനിക്ക് വസിയത്ത് തരണം, ദുല്ലനീ ബി അമലിൻ, എനിക്കൊരു കർമ്മം പഠിപ്പിച്ചു തരണം. റസൂൽ പറയാണ്, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹ്,
നീ നോമ്പ് നോറ്റോ, നോമ്പിന് തുല്യമായി മറ്റൊരു കർമ്മവുമില്ല. നോമ്പിന് തുല്യമായിട്ട് നോമ്പ് മാത്രം. മനസ്സിലായി? അതുകൊണ്ട് നോമ്പ് നല്ല താല്പര്യത്തോടെ നോക്കണം. റസൂൽ സ്വർഗത്തിൽ കൂടെ അങ്ങനെ പോയപ്പോൾ എത്ര ഒരു കൊട്ടാരം, സ്ഫടികത്തിന്റെ കൊട്ടാരം, ഉള്ളിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് ഉള്ളിലേക്കും കാണും. എനിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാണ്ടോ? ഇത് കുറച്ച് മലയാളം, കുറച്ച് മലബാറും കുറച്ച് എല്ലുപാട് ചേർത്തിട്ട് ഞാൻ സംസാരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാണെന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു ഇങ്ങനെ കൊട്ടാരങ്ങൾ കണ്ട് സ്വർഗത്തിലെ, അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും കാണും. അപ്പൊ സ്ഫടികത്തിൻ്റെതാണ്, ഗ്ലാസിന്റെ കൊട്ടാരം, ചില്ല് കൊട്ടാരം. ഇത് പറഞ്ഞപ്പോൾ ഒരു ആറാബി ചോദിച്ചു, നബി ഇത് ആർക്കുള്ളതാണ്? റസൂൽ പറഞ്ഞു, മൻ അതാബൽ കലാം വഅതഅമ അത്അം വഅദാമ അസ്സിയാം വസല്ലാ ലില്ലാഹി ബില്ലൈൽ വന്നാസു നിയാം. ആർക്കുള്ളതാണ്? ലിമൻ അതാബൽ കലാം, സംസാരം നന്നാക്കിയവന്, വഅതഅമ അത്അം, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തവന്, വഅദാമ അസ്സിയാം, നോമ്പ് നിത്യവും നോറ്റവന്, വസല്ലാ ലില്ലാഹി ബില്ലൈൽ വന്നാസു നിയാം, ലോകം ഉറങ്ങുമ്പോൾ രാത്രി എണീറ്റ് നിസ്കരിച്ചവന്. അപ്പൊ നോമ്പ് ഒരിക്കലും സ്വർഗത്ത് കൊട്ടാരം കിട്ടാനുള്ള കാരണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, റയ്യാൻ എന്ന ഡോറുണ്ട്, നോമ്പുകാർ മാത്രം കയറും. നോമ്പുകാർക്ക് അള്ളാഹിൻ്റെ അടുത്ത് പ്രത്യേക കൺസിഡറേഷനാണ്. അതാ നോമ്പ് നോറ്റ ആൾക്ക് അള്ളാഹിനെ കാണുമ്പോൾ ഒരു സ്പെഷ്യൽ സന്തോഷം ഉണ്ടാവും. ഒന്ന് നോമ്പെറുക്കുമ്പോഴും, രണ്ട് അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോഴും. ഒരു നോമ്പ് വെച്ചാൽ മതി, നരകത്തുനിന്ന് നമ്മളെ 70 വർഷത്തെ വൈദൂരം അകറ്റും. നരകത്തിന് രക്ഷപ്പെടാൻ നമുക്ക് വേണ്ടി അതിന് ഏറ്റവും നല്ല സാധനമാണ് നോമ്പ്. 70 വർഷത്തെ വൈദൂരം ഒരു നോമ്പ് ഒരാളെ നരകത്തിൽ നിന്ന് അകറ്റും. റസൂലിന്റെ ഹദീസാണ്. മറ്റൊരു ഹദീസിലുള്ളത് നോമ്പ് നരകത്തേക്ക് നേരെയുള്ള പരിചയം. നോമ്പിന്റെ മഹത്വം ധാരാളം ഹദീസുകളുണ്ട്, നിങ്ങൾ വായിച്ച് പഠിക്കാം. എന്നിട്ട് നോമ്പിനെ സന്തോഷത്തോടെ സ്വീകരിക്കാം, നല്ല മനസ്സോടെ സ്വീകരിക്കാം, നല്ല ഒരു നീയത്തോടെ സ്വീകരിക്കാം. പിന്നെ നമ്മളെ മക്കളെയും നോമ്പ് പഠിപ്പിക്കാം. പക്ഷേ ഈ ചെറിയ കുട്ടികളൊക്കെ നോമ്പ് പഠിപ്പിക്കണം. എന്നിട്ട് ഓരോ കയ്യിലൊക്കെ ബത്തൊക്കെ മുറിക്കാനും വീട്ടിൽ ചെറിയ ചെറിയ പണികൾ ചെയ്യാനും ഒക്കെ അരക്ക് നിർത്തണം. അരക്ക് 8 അല്ലേ പോരെ? എനിക്ക് പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ ഒരിക്കലും ഇങ്ങനെ പറയരുത്, നിനക്ക് നോമ്പെടുക്കാൻ കഴിയില്ല, ഭയങ്കര ചൂടാണ്, വിശക്കും, പട്ടിണിയാണ്, അതാണ് ഇതാണ്. എന്തിനാ വെറുതെ? ഇവരൊക്കെ ശീലിക്കട്ടെ. നിങ്ങൾ കണ്ടില്ലേ, ഗെയിം കളിക്കാൻ ഫോൺ എടുക്കായിട്ട് തൂങ്ങിച്ചത്ത്. എന്താ അങ്ങനെ? കിട്ടണമൊക്കെ ആഗ്രഹിക്കണമൊക്കെ കിട്ടിയിട്ടാണ്. കുറച്ചൊക്കെ ഒരു പട്ടിണി കിടക്കട്ടെ, കുറച്ചൊക്കെ ഒന്ന് വിശപ്പ് സഹിക്കട്ടെ, കുറച്ചൊക്കെ ഒന്ന് ആഗ്രഹിച്ച് കിട്ടാതെ കിട്ടെ, അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? കളിപ്പാട്ടം കൊടുത്തിട്ടാണ് സ്വഹാബത്ത് കുട്ടികളെ കൊണ്ട് നോമ്പൊലിപ്പിച്ചത്. കളിപ്പാട്ടം കൊടുത്ത ഈ കുട്ടികൾക്ക് കരച്ചിൽ മാറ്റുമില്ലല്ലോ, കുറച്ച് വലിയ കുട്ടികളല്ലേ അല്ലേ? അപ്പൊ എല്ലാവർക്കും നോമ്പൊലിപ്പിക്കും. ഒരു ദിവസം നോമ്പിട്ട് കുട്ടി പിറ്റേ ദിവസം പറഞ്ഞ് ഞാൻ നാളെ നോൽക്കും. അപ്പൊ നമ്മളെന്താ പറയാ? വേണ്ട മോനെ, നാളെ നോറ്റ ക്ഷീണിക്കും. നമ്മുടെ നാട്ടിൽ ഒരുമാതിരി വരക്കമ്മനെ സ്നേഹം എന്ന് പറയാം. അങ്ങനെ സ്നേഹിക്കരുത്. നോറ്റോട്ടെ. നമ്മളെന്താ പറയണ്ടത്? നിനക്ക് കഴിയും, നിനക്ക് നല്ല കഴിവുണ്ട്, നിനക്ക് നല്ല ആരോഗ്യമുണ്ട്, ഇത് ക്ഷീണിക്കൂല എന്നാ പറയണ്ടേ. ഞാൻ ക്ഷീണിച്ചാൽ എന്താ, മരിച്ചൊന്നുമില്ലല്ലോ. പരമാവധി വാങ്കൊടുപ്പിക്കാൻ വേണ്ടി മുട്ടിക്കാൻ നോക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, മുറിച്ചോട്ടെ, പ്രശ്നമല്ല. പക്ഷെ നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. അങ്ങനെ പലിച്ചൊക്കെ നിന്നിട്ട് നല്ലോണം തിന്നോ, അല്ലെങ്കിൽ വിശക്കും, നല്ലോണം വെള്ളം കുടിച്ചോ. 10 മണിക്കൂർ പകലുണ്ടെങ്കിൽ 10 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മൾ കണക്ക്. ഓരോ മണിക്കൂറും ഓരോ ഗ്ലാസ് നിലക്ക്. അത് 8 to 9 മണി വരെ മൂത്രയിച്ചാൽ പോകും ആ കുടിച്ച വെള്ളമൊക്കെ. ഇപ്പൊ പാകത്തിന് തിന്നാൽ മതി, പാകത്തിന് കുടിച്ചാൽ മതി. നോമ്പാന്ന് വെച്ചിട്ട് ആൾക്കാർക്ക് അങ്ങനെ ഒരു ബേജാറാ, മരി വരെ നിൽക്കണ്ടേ, ഒക്കെ പാടങ്ങോട്ട് വലിച്ചേറ്റിട്ട് സുബഹിക്കന്നെ വരെ. പിന്നെ ലക്കും ലക്കാനും ഉണ്ടാവില്ല. നോമ്പിന് വണ്ടിക്ക് കൊണ്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉറക്കം വെച്ചിട്ടൊന്നുമല്ലേ, തീറ്റന്റെ ഹാങ് ഓവറാണ്. ചെലവ് കുറേ വേണ്ടിയല്ലേ? ഉമ്മമാർക്ക് പണി കുറയണം, ബാപ്പമാർക്ക് ചെലവും കുറയണം. പക്ഷെ രണ്ടും നേരെ വിപരീത. ചെലവ് കൂടും, പണി കൂടും. അതെന്താ അങ്ങനെ? കുറച്ചുണ്ടാക്കിയാൽ 3 മണിക്ക് 2 മണിക്ക് തുടങ്ങണ്ട. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഫുഡ്സ് എന്താന്ന് കണ്ടെത്തുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, ഉണ്ടാക്കുക. എന്നാൽ നമുക്ക് ഇബാദത്തും കിട്ടും, നോമ്പുറക്കാൻ ഫുഡും ഉണ്ടാവും. ഓക്കെ, ഒന്ന് ചുരുക്കി വെക്കുക, കുറേ മെച്ചുണ്ടാവും. പിന്നെ കഴിക്കണമെന്ന് വെച്ചാൽ ഹെൽത്തി ഫുഡ് കഴിക്കുക. കുറേ കണ്ട ചണ്ടിയും ചവറും കഴിക്കുക. അതിപ്പോൾ നോമ്പായാൽ തുടങ്ങും കുറേ ഫുൾ ജാർ സോഡിയും അതും ഇതും, കുറേ ബാറ്ററി വെള്ളവും
ഒക്കെ പാടെ കലക്കി തിളപ്പിച്ച് കുടിച്ചുക. അതൊക്കെ നമ്മൾ വയറിന് എത്ര വലിയ കേടാണ്ടാക്കണേ. പകലന്തിയോളം നോമ്പ് നോറ്റ ആൾ രാത്രി ഈ കണ്ട ചണ്ടീഞ്ച പറക്ക് കൂടാണ് വിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം നോമ്പെടുക്കാൻ നമ്മൾ ഉണ്ടായിക്കോണമെന്നില്ല. ഒരു വയറ്റ് നോക്കുന്ന കഴിഞ്ഞില്ലേ. അപ്പൊ നോമ്പിന് ഹാനികരമാവുന്ന കോലത്തിൽ അമിതമായി കേൾക്കരുത്. പിന്നെ ഈ തറാവീഹ നിസ്കാരമാണ് നോമ്പിലെ ഏറ്റവും വലിയ ആസ്വാദനമുള്ള സാധനം. അതിങ്ങനെ എര മുണിങ്ങിയ പോലെ ആണ് നിസ്കരിക്കുക. എഴഞ്ഞ് ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ഇമാമിനെ കൊണ്ടിട്ട് പറയും, ഭായി തോടാ കുറച്ചോദ്യം മതി. എന്ത് പാകത്ത് കുറച്ച് കഴിക്കാവൂ. നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് കഴിക്കുക. പിന്നെ തറാവി നിസ്കരിച്ചിട്ട് എന്തെച്ചാ വേണമെങ്കിൽ കഴിച്ചിട്ട് കിടന്നോളി, കുഴപ്പമില്ല. നോമ്പ് തുറക്കുമ്പോൾ നിസ്കരിക്കണം എന്നുള്ള ബോധം ഉണ്ടാകുക. അല്ലെങ്കിൽ ഒരു റേഞ്ച് ഉണ്ടാവില്ല നിസ്കാരത്തിന്. ആ സുജൂദിനോട് എത്തിക്കഴിഞ്ഞെങ്കിൽ പടച്ചവനോട് സംവദിക്കാമെന്നുള്ള മനസ്സിലാക്കാരം. ഏത് നല്ലോണം തിന്നാലേ സുജൂദിൽ കിടക്കാൻ ഒരു സുഖമാണല്ലോ. അപ്പോൾ കുറച്ച് കഴിക്കുക. നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് കഴിക്കുക. വെള്ളം പാകത്തിന് കുടിക്കുക. അതുവരെ കാലിയായി കിടക്കുന്ന വയറ്റിക്ക് ഒന്നോട്ടല്ലോ വെള്ളം കൂടെ അടിച്ച് കയറ്റിയിട്ട് അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. വെള്ളമാണെങ്കിൽ ഒന്നോട്ട് കുടിച്ചാൽ തലച്ചോർക്ക് മെസ്സേജ് പോകും, വയറ്റിലെന്തോ കാര്യപ്പെട്ട സാധനം വന്നാണ്, എല്ലാ എനർജിയും ഫുൾ ആമാശയത്തിലേക്ക് പോട്ടെ നിർദ്ദേശം പോകും. അതോടുകൂടെ ആള് ക്ഷീണിക്കും. അപ്പോൾ തുറക്കുമ്പോഴും കുറച്ച് കഴിക്കുക, അത്താഴത്തിനും കുറച്ച് കഴിക്കുക. നല്ല ഉന്മേഷത്തോടെ തറാവീഹ് നിസ്കരിക്കുക. മൻ ഖാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. തറാവീഹ് നിസ്കരിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇമാമിൻ്റെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ നിസ്കരിച്ച രാത്രി ഫുള്ള് നിസ്കരിച്ച കൂലിയാണ്. പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റൂല എന്നൊക്കെയാണ് പറച്ചിൽ. എന്നാൽ കോഴിക്കോട് ഒരു പള്ളിയുണ്ട്, അവിടെ പെണ്ണുങ്ങൾക്ക് രാത്രി 2 മണിക്കും പോവാം, 3 മണിക്കും പോവാം. അവിടെ എന്താ പറയുക നടക്കണങ്ങൾ അപ്പവാണിപ്പ നേർച്ച. ഞമ്മക്ക് കായ് തരാനുള്ളടത്തേക്കൊക്കെ നിങ്ങൾ വന്നോളി. ഏത് മമ്പറത്തെ പള്ളിക്ക് വന്നോളി, അല്ലേ, എല്ലാ ജാറത്തേക്കും വന്നോളി, എല്ലാ പൂരത്തിനും പോയിക്കോളി, എല്ലാ ഉറൂസിനും പോയിക്കോളി, ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ പള്ളിക്ക് പോകരുത് കേട്ടാ. എന്നാലേ മദീന പള്ളിയിൽ പെണ്ണുങ്ങൾ ഉണ്ടായിനി നിസ്കരിച്ചാലും, ജുമഅക്കും ഉണ്ടായിനി, തറാവീഹിനും ഉണ്ടായിരുന്നു, ഇഅ്തികാഫിനും ഉണ്ടായിരുന്നു. ഇവിടുത്തെ പണ്ഡിതന്മാരെ നമ്മൾ വെല്ലുവിളിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന പള്ളിയിൽ സ്ത്രീകളില്ലായിരുന്നെന്ന് തെളിയിക്കാൻ തലയിൽ കെട്ടിയ ഒരു ഉസ്താദിനും സാധിക്കൂല. എന്തേ? അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ പെണ്ണുങ്ങൾക്ക് സ്ഥലമുണ്ട്. ചിലർക്ക് അങ്ങനെ ചോദിച്ചാൽ ആ പള്ളിയിൽ ബിദ്അത്താണ്. ഇവിടെ എന്ത് ബിദ്അത്ത് നടക്കണത്? ഈ പള്ളിയിൽ ബിദ്അത്ത് നടക്കുന്നത് തെളിയിക്കാൻ വെല്ലുവിളിക്കണം ഈ നാട്ടിലുള്ള ആൾക്കാരെ. ഇവിടെ സ്റ്റേജ് കെട്ടിക്കോട്ടെ, ഞാൻ മണി വരെ മറുപടി അറിയുന്നു. ഈ പള്ളിയിൽ എന്ത് ബിദ്അത്ത് നടക്കണേ? ഒരു ബിദ്അത്തുമില്ല. പെണ്ണുങ്ങൾ പള്ളിയിൽ പോയി നബിന്റെ കാലത്ത്. അതുകൊണ്ട് നമ്മൾ വരുന്നു. മനസ്സിലായില്ലേ? ഖുത്ബ ആളുകൾക്ക് ഉപദേശമാണ്. അതുകൊണ്ട് നമ്മൾ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഉപദേശിക്കുന്നു. അങ്ങനെ തന്നെയാണ്. അതൊക്കെ തന്നെ ദീനാണത്. ദീനല്ലാത്തൊരു സംഭവം ഇവിടെ ചെയ്യണില്ല. തെളിവുമാണ് നമുക്ക്. തെളിവില്ലാത്തൊരു സംഭവം ഈ പള്ളിയിൽ നടക്കൂല, ഈ പള്ളീൻ്റെ ആൾക്കാർ ചെയ്യൂല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തറാവീഹിന് വന്നോളി. ജമാഅത്ത് കൃത്യമായിട്ട് നിസ്കരിക്കണം. ജമാഅത്ത് കൃത്യമായിട്ട് നിസ്കരിക്കുക. 5 നേരം ജമാഅത്ത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സുന്നത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. ദുഹ നിസ്കരിക്കുക. പിന്നെ ഖുർആൻ നല്ലോണം ഖുർആൻ ഓതുക. ഒരിട്ടം തീർക്കാമെന്നല്ല, എല്ലാ കൊല്ലും ഒരിട്ടം തീർക്കും. എന്നിട്ട് ഒരിട്ടം തീർക്കില്ല, പൗതിയും തീർക്കില്ല. സുറും കൂടില്ലാതെ പെരുന്നാളിൻ്റെ തലേന്ന് ഇങ്ങനെ ഇരിക്കും, ഖുർആൻ തീർന്നില്ല, എൻ്റെ കോളായി എന്നാ പിച്ച് തീർത്ത്. ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുന്നു. ഒരു തവണ എന്നല്ല. ഞാൻ ഒരു സീസണിൽ എൻ്റെ ഭാര്യ പ്രസവിച്ചെടുക്കണം. അന്ന് കുട്ടീനെ കുളിപ്പിക്കാൻ ഒരു താത്ത അവര് റമദാൻ 16-ന് പിന്നെ ഓളോട് പറഞ്ഞു, ഞാൻ 3-ാമത്തെ പ്രാവശ്യം ഓതിക്കൊണ്ടിരിക്കുകയാണ് ഖുർആന്. റമദാൻ 16-ന് ഹസ്ബൻഡില്ല, ഒരു പെൺകുട്ടി മാത്രം. അതിനെ പോറ്റാൻ വേണ്ടിയിട്ട് ഈ പ്രസവാനന്തര ചികിത്സക്ക് പോലാണ് പെണ്ണ്. റമദാൻ 16-ന് 3-ാമത്തെ പ്രാവശ്യം ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? സമയമില്ലായിട്ടൊന്നുമല്ല, അതൊക്കെ ഒരു എന്താ പറയുക, അതിനൊന്നൊരു തൗഫീക്കില്ലായിട്ടാണ്. പഠിച്ചോണ്ട് നല്ലോണം പ്രാർത്ഥിക്കാൻ നമ്മൾ. ഖുർആൻ നല്ലോണം ഓതുക, ഖുർആൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അതിൽ പോവുക, കുറച്ചൊക്കെ ഹിഫ്ളാക്കുക, നല്ലത് കേൾക്കുക, നല്ലത് പഠിക്കുക. ഖുർആൻ്റെ പരീക്ഷയ്ക്ക് വരുന്നുണ്ട്, ഖുർആൻ വിജ്ഞാന പരീക്ഷ എന്നിട്ട് ഇങ്ങനെ ടിക്കറ്റ് പോയാൽ മതി. അതിന് സിലബസും സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടുത്തെ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് അതിലൊക്കെ ചേരുക, എന്നിട്ട് പരീക്ഷയ്ക്ക് എഴുതുക. പീസ് റേഡിയോ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. എല്ലാവർക്കും ഫോണിൽ പ്ലേ സ്റ്റോറിൽ കയറിയാൽ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ ഇഷ്ടം പോലെ പരിപാടികളുണ്ട്, അതൊക്കെ കേൾക്കുക. മനസ്സിലല്ലേ? അങ്ങനെ ഖുർആനുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക, നല്ലോണം ദിക്ർ ചെല്ലുക, നല്ലോണം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, നല്ലോണം ദാനം ചെയ്യുക. നബി അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ നല്ലോണം ദാനം ചെയ്യുക, നോമ്പ് തുറപ്പിക്കുക,
സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, നല്ല നല്ല കുടുംബ സന്ദർശനം, രോഗി സന്ദർശനം, കവർ സന്ദർശനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ വാക്ക് നല്ല വർത്താനങ്ങൾ പറയാം, വേണ്ടാത്ത വർത്താനം ഒഴിവാക്കുക, ഗീബത്തും പരദൂഷണമൊക്കെ ഒഴിവാക്കുക. ചൂട് അങ്ങനെയുണ്ട് ചിലക്കൊക്കെ, ഏത് വിശന്ന ചൂട് കൂടും, എൻ്റെ വീട്ടിൽ കച്ചറ, ബാപ്പിയും കച്ചറ എന്നിട്ട് കുട്ടികൾ കാണികൾ, അതൊക്കെ ഒഴിവാക്കണം. ഹറാമുകൾ വെടിയണം, അശ്ലീലങ്ങൾ വെടിയണം. നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യണം. ഒരു ഉംറക്ക് പോകാൻ പറ്റിയ എന്താണെങ്കിൽ ഹജ്ജിൻ്റെ കൂലിയാണ്, റമദാനിലെ ഉംറക്ക് ഹജ്ജിൻ്റെ കൂലിയാണ്. അപ്പം എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പരമാവധി ചെയ്യാം. അവസാനമാകുമ്പോഴത്തേന് ക്ഷീണിക്കല്ല. നബി മുണ്ട് മുറുക്കിയെടുത്ത് ആവേശത്തിൽ അവസാന സമയമാകുമ്പോൾ നബി അഹ്യാ ലൈലഹു ഐഖള അഹ്ലഹു വശദ്ദ മിഅ്സറഹു, നബി രാത്രിയെ ജീവിപ്പിക്കും, അരമുണ്ട് മുറുക്കി കൊടുക്കും, കുടുംബത്തെ സജ്ജമാക്കിയിട്ട് എത്തിക്കാഫിന് പോകും. മരിക്കോളം നബി അവസാനത്തെ 10 മുഴുവൻ എത്തിക്കാഫിരുന്നു എന്ന് ആയിഷ ബീവി പറയും. നബി മരിച്ചതിന് ശേഷം നബിമാരുടെ ഭാര്യമാർ 10 ദിവസവും എത്തിക്കാഫിരുന്നു എന്ന് ആയിഷ ബീവി പറയാം. അതുകൊണ്ട് അവസാനമാകുമ്പോഴേക്ക് നല്ല ആവേശവും ചടുലതയുമാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ജുമ അല്ല എന്നുള്ളതാണ് ഞാൻ കേട്ട്, ബാക്കി എല്ലാം ഇവിടെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. അത് നമുക്ക് ഏറ്റവും നല്ല നിലക്ക് കൊണ്ടുപോകാൻ പറ്റണം. ദഅവത്ത് സജീവമാക്കേണ്ട സമയമാണ് റമദാൻ മാസം. അതുകൊണ്ട് ദീനിൻ്റെ ശരിയായിട്ടുള്ള വശം എന്താണെന്ന് ആൾക്കാർക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു. ശിർക്ക് എന്താണ്, ബിദ്അത്ത് എന്താണ്, ഖുറാഫാത്ത് എന്താണ്, ഹറാമോടുള്ള ഭവിഷ്യത്ത് എന്താണ്. ഈ കള്ളും കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ചെക്കന്മാരൊക്കെ പിടിക്കാൻ പറ്റിയ നല്ല സമയമാണ് റമദാൻ, മനസ്സിലായില്ലേ? അപ്പോൾ യൂത്തിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാമുകളിലൊക്കെ അവരെ എത്തിച്ചിട്ട് അവരതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ സദസ്സിൽ കുട്ടികളെ കാണുക, ഒന്ന് ബാക്കും പിന്നൊക്കെ നോക്കിയാണ് ഉണ്ടാ. 9, 10, 11, 12 ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് അവിടെ, ആൺകുട്ടികളുണ്ട് അവിടെ. കാണൂല നിങ്ങൾ എവിടെ വലുണ്ട് ഓലെവിടെയുള്ളത്? ഈ പോക്ക് പോയവരെവിടെ എത്തും? ഗുരുതരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ കുട്ടികളെ, അതുപോലെ യുവാക്കളെ, ഇവരൊക്കെ ദീൻ പഠിപ്പിച്ചെടുത്ത് ദീനിൻ്റെ വഴിക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊക്കെ എല്ലാം ചെയ്തു കൊടുത്തിട്ട് അവസാനം ഓല് നമ്മളിട്ടിട്ട് പോകും. കോഴിക്കോട്ടങ്ങാടി കൂടെ നട്ടുച്ചക്ക് ബൈക്കുമ്പോൾ ഞാൻ അങ്ങനെ വരുമ്പം ഒരു ഉമ്മണ്ട്, ആ ബൈപ്പാസ് കൂടെ ഒരു കുട്ടീനെ ഒക്കത്തിട്ട് ഇങ്ങനെ പോണ്. മനസ്സിങ്ങനെ പറഞ്ഞു, നാളെ വലുതായിട്ട് ഓൻ പറയും പോതള്ളയോടുന്ന്. ഓൻ അറിയില്ലല്ലോ ഈ ഉമ്മൻ്റെ ഒക്കത്ത് കയറിയിട്ട് ബൈപ്പാസിൽ കൂടെ ഈ ഉഷ്ണത്തിൽ ഞാൻ നടന്നു പോയിട്ടുണ്ട് എന്നുള്ളത്, ഉമ്മയാണ് എന്നെ ഏറ്റി നടന്നത് എന്നുള്ളത് ഓൻ മറന്നു പോവാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ എന്തിനാ നമ്മൾ തീറ്റിപ്പോയിട്ടാണ്? അതോടെ ഓലെ ഡ്രസ്സും ഓലെ ദീനും ഓലെ ഫ്രണ്ട്സും ഓലെ സ്കൂളിലെ ഏർപ്പാട് ഓലെ ഫോണിലുള്ള പരിപാടി ഇതൊക്കെ നമ്മൾ നോക്കി ഓലെ ദീനിൻ്റെ വഴിയിലേക്ക് സ്നേഹത്തോടെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വെറുതെ അണിയത്വനൊക്കെ, മനസ്സിലായി? അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടു പുറത്തു മാപ്പാക്കി തരട്ടെ. അവൻ്റെ പരിശുദ്ധ ജന്നാത്ത് ഫിർദൗസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ അള്ളാഹു വിട്ടു പുറത്തു മാപ്പാക്കി തരട്ടെ. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഏറ്റവും ഖൈറും ബർക്കത്തും അള്ളാഹു നമുക്ക് നൽകപ്പെട്ടെ എല്ലാറ്റിലും നൽകട്ടെ. നമ്മുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാവുൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു ദീനും ഇഖ്ലാസുമുള്ള നല്ല മക്കളാക്കി മാറ്റട്ടെ. ഈ മജ്ലിസ് അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. കൂടുതൽ നന്മയിലേക്ക് കുതിക്കാൻ അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ നമ്മെ എത്തിക്കുമാറാവട്ടെ. തിരക്കുകളുമെല്ലാം ഷെഡ്യൂൾ ചെയ്ത് പർച്ചേസിങ് അടക്കം തീർത്ത് റമദാനിലേക്ക് ഫ്രീ ആയിട്ട് ഏറ്റവും നല്ല മനസ്സോടെ നല്ല ആരോഗ്യത്തോടെ പ്രവേശിക്കാൻ അള്ളാഹു തുണയ്ക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.